അന്നേരം നമ്മൾ പോയി ഫുട്പാത്തിൽ നിന്ന് കച്ചവടം ചെയ്യുമ്പോൾ അപ്പച്ചിക്ക് ഒരു വിഷമം വന്നിട്ടില്ല? ഇല്ല ഇല്ല, അതൊക്കെ പഠിക്കട്ടെ, കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. പ്രദേശത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കുട്ടികളെ നേരത്തെ ബിസിനസ്സിലേക്ക് ഇറക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയും ഇല്ല. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിലും ആധികാരികമായിട്ട് ഒരു LMS ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു US ബേസ്ഡ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു LMS ഡെവലപ്പ് ചെയ്തു. ആ LMS വഴിയായിരുന്നു നമ്മൾ പിന്നീട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു കോഴ്സ് ഇത്ര പോപ്പുലർ ആയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതിന് ട്രാൻസ്പോർട്സ് ആണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ വർക്ക് ചെയ്തുകൊണ്ട് മാസം ശമ്പളം ഞാൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഉമ്മയുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത്. ഉമ്മ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ മോനെ? ഇത് യഥാർത്ഥത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എൻ്റെ മനസ്സിലിട്ട് അതൊരു സ്പാർക്കായിരുന്നു. അത് പിന്നെ ആളി കത്തി, പയ്യെ പയ്യെ കനലായിട്ട് ആളി കത്തിയല്ലേ. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ചെറുപ്പം മുതൽ ബിസിനസ്സുകാരനായി വാപ്പച്ചിയെ കണ്ട് വളർന്ന ഒരു മകൻ തന്റെ ചെറുപ്പത്തിൽ തന്നെ പല പല ബിസിനസ് ചെയ്ത് അദ്ദേഹം തന്റെ പഠനശേഷം വീണ്ടും പുതിയ പുതിയ ബിസിനസ്സുകൾ ട്രൈ ചെയ്തു. എന്നാൽ ഒരു പാർട്ട്ണറെ കിട്ടി. അദ്ദേഹം ബിസിനസ്സുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അക്കാദമിക്കിൽ ഒരുപാട് സ്കില്ലുകളുള്ളൊരു വ്യക്തി. അവർ രണ്ടുപേരുടെ ചേർന്ന് ഇന്ന് കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ളൊരു അക്കാദമി നടത്തിയാണ് ട്രാൻസ്സോഴ്സ്. എല്ലാവർക്കും പരിചയമുണ്ടാകും. ഒരു ഓറഞ്ച് കളർ ബോർഡിൽ ബേസിൽ ജോസഫ് ബ്രാൻഡ് അംബാസിഡറായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഹോർഡിങ്ങുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് ട്രാൻസ്സോഴ്സിന്റെ സാരഥികളായ അസറും അമീനുമാണ് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത്. അവര് കടന്നു വന്ന വഴികളെക്കുറിച്ച്, ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ട്രാൻസ്സോഴ്സ് എത്തിക്കാൻ വേണ്ടി അവരെടുത്ത എഫേർട്ടുകളെ കുറിച്ച്, അവരുടെ തകർച്ചകളെ കുറിച്ച്, ഓരോ തകർച്ചയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ച്. സ്വാഗതം അമീൻ, അസർ, സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. വളരെയധികം സന്തോഷം. ഒരുപാട് നാളായി നമ്മൾ ഇതിങ്ങനെ പ്ലാൻ ചെയ്യുന്നു അല്ലെ. ഇന്നത് യാഥാർത്ഥ്യമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. രണ്ടുപേരും ട്രിവാൻഡ്രം സ്വദേശികളാണ്. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ട്രിവാൻഡ്രം അമ്പലത്തറയാണ് എൻ്റെ സ്ഥലം. എവിടെയാ അസറിന്റെ നാട്? തിരുവനന്തപുരം ജില്ല തന്നെയാണ്, പക്ഷേ വെഞ്ഞാറമൂടിനടുത്തുള്ള കാരേറ്റിലാണ്. ഓക്കെ. ഞാൻ അസറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരേറ്റാണ് നാടെന്ന് പറഞ്ഞു. ഒരു നല്ല അധ്യാപകനാണ്, ഒരുപാട് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. അധ്യാപനമായിരുന്നോ ചെറുപ്പം മുതലേ ഇഷ്ടം? എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? ശരിക്കും ഒരു പ്രൊഫഷണൽ അധ്യാപനമല്ല. ഞാൻ എൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ, പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിന് ചുറ്റുമുള്ള കുട്ടികളെ വിളിച്ചിരുത്തി ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ കൊടുക്കുമായിരുന്നു, ട്യൂഷൻ. അത് കൂടുതലും അങ്ങനെ ചെറിയ രീതിയിൽ ഒരു 10-20 കുട്ടികളൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ അതൊരു ട്യൂട്ടോറിയായിരുന്നു. അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ കൂടുതൽ ട്യൂട്ടോറിയലുകളാണ്. ട്യൂഷൻ സംവിധാനം അധികം, ഹോം ട്യൂഷനൊന്നും അധികം പ്രചാരത്തിലുള്ള സമയമല്ല. അപ്പോൾ ഞാൻ ഒത്തിരി കുട്ടികളെ, ശരിക്കും നമ്മളവിടെ അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നുമല്ല, ഞാനും വലിയ ബ്രില്യൻ്റ് ഒന്നുമല്ല, ഒരു ആവറേജ് പെർഫോമറാണ്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളെ അവരുടെ ലാംഗ്വേജ്, അവരുടെ മാത്സ്, സയൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് അവരെ നമ്മൾ പഠിപ്പിച്ചു. നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ ഒരു ഡിഗ്രി പഠനകാലത്ത് തന്നെ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഓഫേഴ്സ് മറ്റ് അടുത്ത പ്രദേശങ്ങൾ, കിളിമാനൂർ, വെഞ്ഞാറമൂട് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ അന്ന് ഒരുപാട് പാരലൽ കോളേജസ് ഉണ്ടായിരുന്നു. അവിടെ പഠിപ്പിക്കാനായിട്ട് വിളിക്കുകയും അങ്ങനെ ഓടി നടന്ന് പഠിപ്പിക്കുന്ന ഒരു, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു നല്ല അധ്യാപകനായി പേരെടുക്കുകയായിരുന്നു. അങ്ങനെ എനിക്കൊരു ടീച്ചർ ആവണം എന്നുള്ള രീതിയിൽ ചെയ്തതല്ല ശരിക്കും. കാരണം എൻ്റെ ഫാമിലി കംപ്ലീറ്റ്ലി ഒരു ഗൾഫ് ബാക്ക്ഗ്രൗണ്ടാണ്. ബ്രദേഴ്സും ഫാദറും ബാക്കിയുള്ള കസിൻസ് ഒക്കെ ഗൾഫാണ്. അപ്പം പൊതുവേ നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ അടുത്ത നേരെ പറക്കുക എന്നുള്ളതാണ്. പുറത്തേക്ക് പോകാൻ ഉണ്ടായിരുന്നില്ല ശരിക്കും, നാട്ടിൽ നിൽക്കണമായിരുന്നു. കാരണം കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു സമയമായിരുന്നു. പക്ഷേ ശരിക്കും മുന്നിൽ ഒരു പ്രൊഫഷനും ഇല്ല, എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയയും ഇല്ല. അങ്ങനെ നമ്മുടെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ അതിന് ഒരുപാട് പേര് എനിക്കിപ്പോൾ ഓർക്കേണ്ടി വരും. എന്നെ ആ ഒരു ഫീൽഡിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഒത്തിരി എൻ്റെ സീനിയേഴ്സ് ഉണ്ട്, എന്നെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയുണ്ട്. അവരെ കൂടെ ഞാൻ പിന്നീട് പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ആ സമയത്ത് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന റോളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ശരിക്കും ഒരു ആക്സിഡൻ്റലി ആണ് ഞാൻ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിലൊരു നമ്മുടെ ഹെയർ ഡ്രസ്സിങ് ഷോപ്പിൽ പോയിരിക്കുമ്പോൾ എൻ്റെ ജൂനിയറായിട്ടുള്ള ഒരു പയ്യൻ, അവൻ അന്ന് പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഇതേപോലെ പരിചയപ്പെട്ടപ്പോൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുവാണ്, വീട്ടിലിരുന്ന് ചെയ്യുവാണ്. അങ്ങനെ അവൻ അതിനെക്കുറിച്ച് നന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പറ്റുമെന്നുള്ള കാര്യത്തിലൊരു ഡൗട്ടായിരുന്നു. കാരണം US ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്,
US ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇംഗ്ലീഷും അവരുടെ ഇംഗ്ലീഷും വളരെ, മാച്ചാവും. നമ്മൾ ഗ്രാമറൊക്കെ അറിയാമല്ലോ, നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി. അങ്ങനെ വീട്ടിൽ ഞാനിത് ഷെയർ ചെയ്തു, ഫാദറിൻ്റെ ഷെയർ ചെയ്തു. അപ്പോൾ വാപ്പായൊക്കെ സപ്പോർട്ട് ചെയ്തു. കാരണം കേട്ടപ്പോൾ ഇൻഡസ്ട്രി കൊള്ളാം, നിനക്ക് പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല, നീ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ആരും തിരിച്ച് ദുബായിക്ക് ചെല്ലണം കമ്പലിങ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. കാരണം അവർക്കും ആഗ്രഹമുണ്ട്, നാട്ടിലൊരാളെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണല്ലോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അപ്ലൈ ചെയ്തു, എനിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഞങ്ങൾ പോയി എക്സാം എഴുതി. അവൻ ജോയിൻ ചെയ്തില്ല, അവൻ നേരെ MSc പഠിക്കാനൊക്കെ പോയി. ഞാൻ BSc കഴിഞ്ഞ ഉടനെയാണ്, BSc കെമിസ്ട്രി ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സിന് പോകുന്നത്. BSc കെമിസ്ട്രി കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് എഗെയിൻ ഒരു 2 years കഴിഞ്ഞിട്ടാണ്. ഇതിനിടയ്ക്ക് MBA സ്റ്റാർട്ട് ചെയ്തു. അവിടെ വെച്ചിട്ടാണ് നമ്മൾ സാറിനെ കാണുന്നത്. നിങ്ങൾ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കാൻ പോയപ്പോഴാണ് ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നത്. അന്നൊന്നും ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല എന്നല്ലേ? ഓക്കെ. ഇദ്ദേഹത്തിന്റെ ഒരു കാരണം 2-3 hours ആണ് ട്രെയിനിങ്. പുള്ളിക്ക് അന്നൊരു ആക്റ്റീവ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ഉടനെ പുള്ളി ആക്റ്റീവ് എടുത്ത് കുറെ BSNL കാർഡൊക്കെ എടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി പോകുമായിരുന്നു. എനിക്ക് തോന്നുന്നു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എനിക്കൊരു 45 kilometers ഉണ്ട് ട്രെയിനിങ്ങിന് വരാനായിട്ട്. ഞാൻ രാവിലെ ഏർലി മോർണിംഗ് വീട്ടിൽ നിന്ന് വരും. പുള്ളി നിയർ ബൈ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. ഞങ്ങൾ അന്നൊരു കുറച്ച് ഗ്രൂപ്പുണ്ട്, ഒരു 28 ആൾക്കാരുണ്ട് ആ ബാച്ചിൽ. ഒരുപാട് പേര് നമ്മൾ അതിന് ശേഷം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനി തന്നെ നമുക്ക് ജോലി തന്നു. നമ്മളൊരു വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു സ്ട്രഗിള് മനസ്സിലാവുന്നത്. എന്തായിരുന്നു സ്ട്രഗിള്? ഈ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരുന്നു പ്രശ്നം. അപ്പോൾ അതിന് ഫർദർ ട്രെയിനിങ് നമുക്ക് വീണ്ടും വേണം. കാരണം നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് അത്രയും പ്രോപ്പർ അല്ലായിരുന്നു. കാരണം അതിനകത്തൊരു ആവശ്യമുള്ള രീതിയിലുള്ള ട്രെയിനിങ് ഒരു സിലബസും അന്ന് നിലവിലില്ല. അപ്പോൾ അവർക്ക് അവരുടെ പ്രോജക്റ്റ് ജസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുക, ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യും, ഇല്ലാത്തവർ ഇൻഡസ്ട്രി വിട്ടുപോകും എന്നുള്ള ഒരു രീതിയാണ്. ടെക്നോ പാർക്കിലൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ശരിക്കും ഒരു 1 year കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഒരു ജോബിന്റെ സാധ്യത മനസ്സിലാക്കുന്നത്. ഇത് ഏത് വർഷമാണ്? 2005, 2004, 5, 6 ആ ഒരു. പക്ഷെ എനിക്ക് നമ്മുടെ നാട്ടിൽ ഈ ഒരു കോഴ്സ് ഇത്ര പോപ്പുലർ ആയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതിന് ട്രാൻസ്പോർട്സ് ആണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അതിന് പിന്നിലെ കാരണം അത്രയും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സെക്ഷനിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പല കമ്പനികളിൽ പോയി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. വളരെ സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്തു. വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാനും പഠിപ്പിക്കാനും എളുപ്പമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കുറേ കമ്പനികളിൽ ഒരു 3 to 4 years നമ്മൾ വർക്ക് ചെയ്തു. ഈ പറയുന്ന നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന ഒരു 5 to 7 ആൾക്കാർ ഒരുമിച്ചാണ് പോകുന്നത് വർക്ക് ചെയ്യാൻ എല്ലാ കമ്പനികളിലും. 1 year കമ്പനി വർക്ക് ചെയ്യും, വീണ്ടും അടുത്ത കമ്പനിയിൽ പോകും. അത്യാവശ്യം നല്ലൊരു സാലറി നമുക്ക് കിട്ടി തുടങ്ങി. അപ്പോഴേക്കും ഗൾഫ് എന്ന കാര്യമൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു. പാരലി ട്യൂഷനുണ്ട്, വളരെ സെക്യൂർ ആയിട്ട് പോവുകയാണ്. കയ്യിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഇൻകം എല്ലാ മാസം കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബസ് ഫെയർ, നമ്മുടെ എക്സ്പെൻസ് വീട്ടിൽ അത്യാവശ്യം മാനേജ് ചെയ്യാം. അപ്പോഴാണ് കല്യാണമൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണണമല്ലോ. അങ്ങനെ നമ്മളെ ഒരേ ഏജ് കാറ്റഗറി ആയിരുന്നു ഈ 6-7 പേര്. ഞങ്ങൾ സ്വന്തമായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനടുത്ത് ഒരു വീട്, നമ്മുടെ ഒരു നൈബറിൻ്റെ വീട് തന്നെയാണ്, അതിൻ്റെ ഒരു സെല്ലാർ ഏരിയ നമ്മൾ റെൻറ്റിനെടുത്തു. ഒരു 3000 rupees നമ്മൾ റെൻറ്റിന് എടുക്കുന്നത്. ഞങ്ങൾ ബറോഡ ബേസ് ചെയ്തൊരു കമ്പനിയിൽ നിന്ന് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വർക്ക് എടുത്തു സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ 6 months നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ പഠിപ്പിച്ചില്ല, നമ്മൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്തു. ട്രെയിനിങ്ങിലോട്ട് അപ്പോഴും എൻ്റർ ചെയ്തിട്ടില്ല. നമ്മൾ പ്രൊഡക്ഷൻ ആയിരുന്നു. US ബേസ്ഡ് ജോബ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. വർക്ക് ചെയ്തു, ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? അപ്പോൾ ബാക്കി ട്യൂഷനാണ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ അല്ല. അതിന് പഠിപ്പിക്കാൻ പോകുന്നില്ല, ബാക്കി സബ്ജക്റ്റുകൾ ട്യൂഷൻ. ഫിസിക്സ് ആയിരുന്നു എൻ്റെ മെയിൻ ഏരിയ. ഞാൻ BSc കെമിസ്ട്രി ആണെങ്കിൽ BSc കെമിസ്ട്രി പഠിച്ച ആള് ഫിസിക്സ് പഠിപ്പിക്കുന്നു, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വർക്കും ചെയ്യുന്നു. അടിപൊളി. ഒരു മൾട്ടി ഇല്ല. അദ്ദേഹം ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ്, അപ്പോഴും നമ്മൾ തമ്മിൽ നല്ല കോണ്ടാക്ട് ഉണ്ട്. അദ്ദേഹം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ സെന്റർ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. നമ്മളല്ലാത്ത സമയത്തൊക്കെ ഒരുമിച്ചിരിക്കാറുണ്ട്. പല ബിസിനസ്സും ആ സമയത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്യാറുമുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഇതിലെങ്ങനെ നമ്മളൊരു ബിസിനസിനേക്കാൾ ഉപരി നമ്മുടെ ഒരു മാസത്തെ കാര്യങ്ങൾ നടന്നു പോവുക.
കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, കുറച്ച് ആൾക്കാരെ കൂടെ. പക്ഷെ ആ കുറച്ച് ആൾക്കാരെ കൂടെ നമ്മൾ ഇതിനകത്ത് ഹയർ ചെയ്യുക എന്നുള്ള ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് പിന്നെ ആ കമ്പനി നമുക്ക് കുറച്ച് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. കാരണം പലരുടെയും പേഴ്സണൽ, എല്ലാവരും റിമോട്ട് ലൊക്കേഷനിൽ നിന്ന് വരുന്നവരാ, മലപ്പുറം, ചെന്നൈ. അപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകേണ്ടിയൊക്കെ വന്നു. പിന്നെ നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്തെങ്കിലും എൻ്റെ മനസ്സിൽ വീണ്ടും ആ ട്രെയിനിങ് വീണ്ടും ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നു. ഞാനിങ്ങനെ എൻ്റെ വീട്ടിനടുത്ത് വെമ്പായം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽക്കാൻ ഇട്ടിരുന്നതാണ്. ഞാൻ പോയി അത് വാങ്ങി. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞാൻ തുടങ്ങിയത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനാണ്. കാരണം അവിടെ നടന്നുകൊണ്ടിരുന്ന ഫിസിക്സ് ആയി, കെമിസ്ട്രി ആയി, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ആയി, അവസാനം കമ്പ്യൂട്ടർ പഠനം വരെ. അതിനകത്ത് ഈവൻ ആട്ടോകാർഡ് ഉൾപ്പെടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ നാൾ അപ്പോഴത്തേക്കും ആ സമയത്ത് ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ട് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വർക്ക് അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ അഗെയിൻ, കാരണം അന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിൻ്റെ കരിക്കുലം എന്താണ് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു കേരള ബേസ്ഡ് വേറൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഞാൻ എടുത്ത് ഞാനൊരു 6 months കുറച്ച് കുട്ടികളെ ഞാൻ ഹയർ ചെയ്തു, വളരെ ലോ ഫീസിൽ. കാരണം പിള്ളേരുടെ ക്യാപ്പബിലിറ്റി നോക്കിയിട്ടേ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ പിള്ളേരുടെ ടൈമും അവരുടെ എഫേർട്ടും വേസ്റ്റ് ആവരുതല്ലോ. അത് എൻ്റെ റിലേറ്റീവ്സ് തന്നെ ഞാൻ എടുത്തു, പിള്ളേർ, എൻ്റെ കസിൻസിനെയൊക്കെ വളരെ അന്നത്തെ ഫീസിനേക്കാൾ ഒരു 75% ഡിസ്കൗണ്ട് കൊടുത്തിട്ടൊക്കെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിച്ചു വന്നപ്പോൾ നമ്മുടെ പരീക്ഷണ വസ്തുക്കൾ, എക്സ്പെരിമെന്റ് ആണ് അത്. ആ പിള്ളേർ ഇപ്പൊ കേൾക്കണ്ട, അവരിപ്പോ നല്ല പൊസിഷനിലാണ്. അതെ അതെ, അവർക്ക് ഒരുപാട് ഒരു ബൈ പ്രോഡക്റ്റുകൾ ഒരുപാടുണ്ട് ഈ ട്രെയിനിങ്ങിലൂടെ. നമ്മുടെ ഈ ജോബ് മാത്രമല്ല, നമ്മുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവും, നമ്മുടെ ലാംഗ്വേജ് എഫിഷ്യൻസി കൂടും, നമ്മുടെ റൈറ്റിംഗ് സ്ട്രക്ചർ, നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതിനേക്കാളും നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മളൊരു 10 വാക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നത് തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. അദ്ദേഹം എപ്പോഴും പറയും, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തത് കൊണ്ടാണ് കീബോർഡ് നോക്കാണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. വളരെ ഫാസ്റ്റ് ആണ് ടൈപ്പിംഗ് ഇപ്പോഴും. അപ്പോൾ അതുപോലെ വലിയ കമ്പനികളിലൊക്കെ ഇരിക്കുന്ന മെയിൻ ജോബ് റോളിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പണ്ട് ഒരുപാട് കഴിഞ്ഞ ആൾക്കാരാണ്. കാരണം കുറേ ബേസിക് സ്കിൽസ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടും. അപ്പോൾ ഞാൻ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, ആൾമോസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ ട്രെയിനിങ് തുടങ്ങി. ട്രെയിനിങ്ങിൽ കുറച്ച് കസ്റ്റമൈസ്ഡ് വെർഷനൊക്കെ കൊണ്ടുവന്നു. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ റെഗുലർ വിസിറ്റ് ഇടയ്ക്കിടയ്ക്ക് കമ്പ്യൂട്ടർ സെന്ററിൽ വരുന്നുണ്ട്. അദ്ദേഹം അന്ന് പല കമ്പനി, ഫ്രാങ്ക് ഫിനിൽ പോലെയുള്ള കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമാണ്. ഈവനിങ് ചായ കുടിക്കാനൊക്കെ പോകാനായിട്ട് ഇവിടെ വരും, ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ നാട്ടിലേക്ക്. ബന്ധം നമ്മൾ വിട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡ്രീം പോലെയാണ്. അദ്ദേഹം വിഷൻ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഡ്രീം പോലെ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യുമെന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിരുന്നു, കോൺഫിഡൻ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അങ്ങനെ നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിലുള്ള എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ അത് പോയിന്റ് ഔട്ട് ചെയ്യുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ ട്രെയിനിങ് തുടങ്ങി. പിന്നെ നമ്മൾ ഇതിനിടയിൽ അദ്ദേഹം അമ്പലത്തറ ട്രാൻസ്സോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നീട് നടന്നത് ചരിത്രമാണെന്ന് അല്ലേ? ആ ചരിത്രത്തിലേക്ക് പോണേക്ക് മുന്നേ ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു വാപ്പച്ചിയുടെ ബിസിനസ് ഒരുപാട് കണ്ട് വളർന്നൊരു മകനാണ്. വാപ്പച്ചിയിൽ നിന്നാണ് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചതും മുന്നോട്ട് പോയതെല്ലാം. എന്തായിരുന്നു ഫാദറിന്റെ ബിസിനസ്? എന്തായിരുന്നു ഫാദറിന്? തുണിക്കച്ചവടമായിരുന്നു, തുണിക്കടയായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു അത്. ആ സമയത്ത് 1990 കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം 50ഓളം ആളുകളെ വെച്ചിട്ട് ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തിയിരുന്ന ആളാണ്. നല്ല രീതിയിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ തുണിക്കച്ചവടത്തിൽ അടക്കി വാണിരുന്ന ഒരു ആളായിരുന്നു. ഫാദറിൻ്റെ പേര് റഹ്മത്തുള്ള. അതെ അതെ, ഉറപ്പായും. ഫാദറിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഇന്നും പല ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ, തുണിക്കച്ചവടത്തിൽ തന്നെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത് കണ്ടാണ് ഞാനും യഥാർത്ഥത്തിൽ വളരുന്നത്. ബിസിനസ്സിൽ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്തുകൂടാ എന്നുമൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ വാപ്പച്ചിയിൽ നിന്ന് എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. കാരണം ഞാൻ ഈ സ്കൂള് കാലഘട്ടത്തിൽ തന്നെ ഈ തുണിക്കടയിൽ വാപ്പച്ചിയുടെ കൂടെ സഹായിക്കാനൊക്കെ പോകുമായിരുന്നു. അതുപോലെ ഒരുപാട് സഹായിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് തന്നെ. ഒരുപാട് യാത്രകൾ കൂടെ ചെയ്തിട്ടുണ്ട്, പർച്ചേസിന് വേണ്ടിയിട്ടായാലും അല്ലാതെയും ഒരുപാട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു യാത്രയിൽ ഞാൻ അങ്ങനെ അത് എനിക്കൊരു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ് എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു സ്പാർക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടി, വാപ്പച്ചി തന്നു.
അതുപോലെ തന്നെ പുള്ളി വേറൊരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത്, അത് പ്ലസ് ടു ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് കാശിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ കാശിൻ്റെ ആവശ്യം വരുമ്പോഴത്തേക്ക് പുള്ളി വളരെ കൃത്യമായിട്ടും കണക്ക് നോക്കി എനിക്ക് പൈസ തരത്തുള്ളൂ. ഇത് കാരണമായിട്ട് എനിക്ക് ഓവർ ആൻഡ് അബവ് കുറച്ച് കൂടുതൽ കാശ് വേണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കേണ്ട ഒരു സിറ്റുവേഷനായി. അപ്പം ഞാൻ കുറച്ച് സൈഡ് ബിസിനസ്സൊക്കെ കണ്ടെത്തേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ പരിപാടിയും അതുപോലെ തന്നെ ഈ ഓണം വരുന്ന സീസൺ ടൈം ആകുമ്പോഴത്തേക്ക് ഈ തുണിക്കടയിലുള്ള പഴയ സാധനങ്ങൾ വിൽക്കാനായിട്ടുള്ള ഒരു സംഭവം ചെയ്യും. ഞാനും എൻ്റെ കുറച്ച് കസിൻസും കൂടെ ചേർന്ന് ഫുട്പാത്തിൽ ഉൾപ്പെടെ കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പൊ വാപ്പച്ചിക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ടില്ല, കാരണം വാപ്പച്ചി അത് ഒരു പ്ലസ് പോയിന്റും കൂടെയാണ്. അവരുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പോയി ഫുട്പാത്തിൽ നിന്ന് കച്ചവടം ചെയ്യുമ്പോൾ വാപ്പച്ചിക്ക് ഒരു വിഷമം വന്നിട്ടില്ല? ഇല്ല, അതൊക്കെ ഞാൻ പഠിക്കട്ടെ, കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. പ്രദേശത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കുട്ടികൾ നേരത്തെ ബിസിനസ്സിലേക്ക് ഇറക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയും ഇല്ല. അപ്പം എൻ്റെ ഉമ്മയുടെ വാപ്പാടെ കേസ് എടുത്താലും പുള്ളിയും ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു. ചവറ മുതലാളി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ കൊല്ലം, ഉമ്മയുടെ വാപ്പ. അതുപോലെ തന്നെ വാപ്പാടെ കേസും പറയുന്നു പൈനാപ്പിളിന്റെ മൊത്ത വ്യാപാരിയായിരുന്നു. മൊത്തത്തിൽ നമ്മളൊരു കച്ചവടം ബ്ലഡിലുണ്ട്, ആരും പഠിപ്പിക്കണ്ട. അതെ, അതുകൊണ്ട് തന്നെ എവിടെ പോയാലും എനിക്ക് കച്ചവടത്തിലേക്കായിരിക്കും വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ അത് ഞാൻ തിരിച്ചറിഞ്ഞു. അത് കാരണമായിട്ട് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ്, കച്ചവടത്തിൻ്റെ ആ ഒരു ഇത് മാത്രം പോരല്ലോ, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രം പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് സ്കില്ല് നേടാനായിട്ട്, കുറച്ച് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ടെക്നോ പാർക്കിലും അതുപോലെ തന്നെ ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള വലിയൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ ഇതിനിടയ്ക്ക് വാപ്പച്ചിയുടെ ബിസിനസ്സിൽ തകർച്ച വന്നു. ഒരുപാട് കാശ്, അതായത് പല യൂണിറ്റല്ല പല ബ്രാഞ്ചുകളും അടച്ചു പൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ. സാമ്പത്തികമായ പ്രതിസന്ധിയാണ് മെയിനായിട്ട് വന്നത്. തുണിക്കച്ചവടം ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അതിനുശേഷം ഈ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് പുള്ളി പോയി, ട്രാവൽ ഇൻഡസ്ട്രിയിലേക്ക് പോയി, അതുപോലെ തന്നെ ടെലികോം ഇൻഡസ്ട്രി, BSNL ഒക്കെ വലിയ ലാർജസ്റ്റ് ഡീലറായിരുന്നു. ഇന്ത്യ ടെലിഫോൺ കാർഡിൻ്റെ തന്നെ അന്നത്തെ ട്രിവാൻഡ്രം ജില്ലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽസ് അതിജീവിച്ചതിന് ശേഷമുള്ള കാര്യമാണ്. അന്ന് ഈ തുണിക്കച്ചവടം ചെയ്തപ്പോൾ എത്ര രൂപയുടെ നഷ്ടത്തിലാണ് ഈ കമ്പനി പൂട്ടുന്നത്? അന്ന് ഏകദേശം 1990 കാലഘട്ടത്തിൽ ഏകദേശം ഒരു 95 കാലഘട്ടത്തിൽ ഏകദേശം ഒരു 1 കോടിയിൽ കൂടുതൽ നഷ്ടം. 1 കോടി രൂപയുടെ നഷ്ടത്തിൽ നിന്നാണ് വീണ്ടും അദ്ദേഹം കയറി വരാൻ ശ്രമിക്കുന്നത്. അത് തിരിച്ചു പിടിച്ചു. അത് യഥാർത്ഥത്തിൽ നമ്മുടെ പുള്ളിയുടെ തന്നെ സ്വന്തം അധ്വാനത്തിലൂടെ പുള്ളി തിരിച്ച് കയറ്റി കൊണ്ടുവന്നു. ഇതെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ എനിക്കതൊരു ബാലപാഠം തന്നെയായിരുന്നു. ഇതൊക്കെ ഒരു പ്രചോദനമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഴ്ചകളും നഷ്ടപ്പെടലുകളും വീണ്ടുമുള്ള നേടിയെടുക്കലുകളൊക്കെ നമ്മൾ കണ്ടത് കറക്റ്റാണ്, വളരെ തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രചോദനമായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു കയറി. മാത്രമല്ല ഈ ഓരോ മാറ്റങ്ങളും, ഈ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അടുത്ത ഇൻഡസ്ട്രിയിലേക്കുള്ള കാൽവെപ്പുകൾ വാപ്പച്ചിയുടെ അതിനകത്തെല്ലാം ഞാനുണ്ട്. എൻ്റെ ഒരു ഭാഗം, എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാരണമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ വാപ്പച്ചി തന്നെയാണ് ബിസിനസ് എന്നെ പഠിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പം കാശിൻ്റെ, നേരത്തെ പറഞ്ഞല്ലോ, ഈ കാശ് യഥാർത്ഥത്തിൽ ലിമിറ്റ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വേറെ പല ബിസിനസ്സുകളും വേറെ പല സൈഡ് ഇൻകം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ ഞാൻ ഒരുപാട് ബിസിനസ് സ്വന്തമായിട്ട് ചെയ്തു. എല്ലാം വിജയിച്ചോ? എല്ലാം വിജയിച്ചില്ല, 90% ഫെയിലിയർ ആയിരുന്നു. മിടുക്കൻ. സൈഡ് ബിസിനസ് ആയിരുന്നല്ലോ അതൊക്കെ. അപ്പം സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു, ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു. ശിവകാശിയിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് കടകളിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് ബൾക്കായിട്ട് പ്രിൻ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കല്യാണ ലെറ്റർ അടിച്ചു കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഫുട്പാത്തിലെ തുണിക്കച്ചവടം മുതൽ എല്ലാ പരിപാടിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. തുടക്ക സമയത്ത് ഷാർജയിൽ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷണൽ എക്സ്പോ, മാധ്യമം കമോൺ കേരള. ഇപ്പോഴും നടക്കുന്നുണ്ട്, എല്ലാ വർഷവും നടക്കുന്നുണ്ട്. കോവിഡിന് മുമ്പുള്ള സമയത്ത് ഞങ്ങൾ ആ എക്സ്പോയിൽ ഷാർജയിൽ പോയായിരുന്നു. ഞാനും സാറുമാണ് പോകുന്നത്.
അപ്പോൾ അവിടെ സ്റ്റാള് റെഡി ആക്കണമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ റോളപ്പ് സ്റ്റാൻഡും ഫ്ലക്സ് ഒക്കെ പ്രിന്റ് ചെയ്താണ് പോകുന്നത്. അവിടെ ഫസ്റ്റ് ടൈമാണ്, നമുക്ക് അറിയില്ല എങ്ങനെ ചെയ്യണം, വേറെ ഏജന്റ് കിട്ടുമെന്ന് അറിയില്ല. തലേ ദിവസം പോയി സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആണ്, അവിടെ ഒന്നുമില്ല, ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹമാണ് മൊത്തം ആ ഫ്ലക്സ് ഒക്കെ ഒട്ടിച്ചു. നീ ആ സാധനം എടുക്കും, ഈ പരിപാടിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തേക്കുന്നതാണെന്നല്ലേ? ഫുള്ള് ഒറ്റയ്ക്ക് ഒട്ടിച്ചു. ഞാൻ ഇങ്ങനെ പിടിച്ചു കൊടുത്തതേ ഉള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ വിചാരിച്ചു ഞങ്ങൾ അവിടുത്തെ ലേബേഴ്സാണ്. പലരും വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾക്ക് ഇവിടെ ഒട്ടിച്ച് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏത് ലെവലിൽ വേണം. പിറ്റേ ദിവസം ഞാൻ കോട്ടക്കിട്ട് വന്ന് നിന്ന് കഴിഞ്ഞപ്പോ ഇവനായിരുന്നോ മുതലാളി എന്നല്ലേ? അതടിപൊളി. അല്ല, അതെന്താണെന്നറിയോ, അത് എന്തും ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സാണ്. ചിലപ്പോൾ നമ്മൾ അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മളൊന്ന് മനസ്സ് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ലേബേഴ്സിന് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ആ എന്തും ചെയ്യാൻ പാഷൻ ഉണ്ട്. എനിക്ക് തിരിച്ച് കഥയിലേക്ക് വന്ന എങ്ങനെയാണ് എന്നിട്ട് സാറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കാരണം കുറച്ച് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലായി. അപ്പം സ്വന്തം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾ സെൻറ്റർ ട്രെയിനിങ് പോയി, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് പോയി, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഷോർട്ട് ഹാൻഡിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, അതുപോലെ തന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, കോഴ്സ് ജോയിൻ ചെയ്തു. ആ സമയത്താണ് എനിക്ക് സാറുമായിട്ട് ബന്ധം വരുന്നത്. നിങ്ങൾ ഒരുമിച്ചാണ് ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കുന്നത്? അതെ, ഒരു ബാച്ചിലായിരുന്നു. അല്ല, 2 ബാച്ചിലായിരുന്നു. സാറിൻ്റെ സീനിയറും ജൂനിയറും ആയിരുന്നു. പിന്നെ അതിനുശേഷം പുള്ളിക്ക് ഇതേപോലെ ഒരു കമ്പ്യൂട്ടർ സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഡൗട്ടൊക്കെ ഞാൻ ആ സമയത്ത് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ആ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ചു. അവിടെ നിന്ന് പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫീൽഡ് ഞാൻ വിട്ടു. ഞാൻ ബേസിക്കലി കൊമേഴ്സ് ആൻഡ് ഫിനാൻസ് ആണ്, MBA ഫിനാൻസ് ആണ്. CFMൽ വർക്ക് ചെയ്തു, കുറേ സ്റ്റോക്ക് ട്രേഡിങ് ചെയ്തു. പാഷൻ എന്നുള്ളത് ബിസിനസ് ആണെങ്കിലും അതിന് ഒരു റൂട്ട് ഫിനാൻസിൻ്റെ നോളജും അതുപോലെ തന്നെ CFMലെ എക്സ്പീരിയൻസും സ്റ്റോക്ക് ട്രേഡിങ്ങിൽ സ്റ്റോക്ക് മാർക്കറ്റിനകത്തുള്ള എക്സ്പീരിയൻസും ഒക്കെ. അതിലൊക്കെ ഒരുപാട് കാശ് നഷ്ടപ്പെട്ടു. ഫാദർ പക്ഷേ യഥാർത്ഥത്തിൽ ഫാദറിൻ്റെ കാശാണ് കൊണ്ടുപോയി കളഞ്ഞതെങ്കിലും പുള്ളി ഒരിക്കലും അതിന് വേണ്ടിയിട്ട് തന്നെ കണക്ക് പറഞ്ഞിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് 1 ലക്ഷം രൂപ പുള്ളിയെടുത്ത് ഞാൻ ഇതേപോലെ ഒരു ആവശ്യം പറഞ്ഞു. ഒരു ദിവസം 2010 ലാസ്റ്റോട് കൂടി സാറിൻ്റെ ഓഫീസിൽ പോയപ്പോഴത്തേക്ക് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ നോളജും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്രാഞ്ചൈസി തുടങ്ങിക്കഴിഞ്ഞാൽ വിജയകരമാക്കാൻ പറ്റുമെന്നുള്ള ഞാൻ അന്ന് ഒരു കുറച്ച് കാൽക്കുലേഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നല്ലൊരു അധ്യാപകനെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ സാറിന് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ബട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ആ ഒരു കോൺഫിഡൻസിലാണ് ചെയ്തത്. അപ്പോൾ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ സ്വന്തമായിട്ടുള്ള കാശ് കുറച്ചുണ്ടെങ്കിലും പുള്ളിയുടെ അടുത്ത് നിന്ന് ഞാൻ സപ്പോർട്ട് ചോദിച്ചപ്പോൾ അറൗണ്ട് ഒരു 1 lakh rupees ആദ്യം ഫാദർ വാപ്പച്ചി. ഈ വാപ്പച്ചിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് ബിസിനസിന്റെ പ്ലാനിങ്ങുകളും ഉണ്ട്. എന്നിട്ട് എന്നാ ചെയ്തേ? ഞാനന്ന് ഒരു ബിസിനസ് കണ്ടെത്തിയിട്ടാണ് പുള്ളിയെടുത്ത് വാപ്പച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത്. ആ കാശ് എടുത്ത് ബിൽഡിങ്ങിൻ്റെ അഡ്വാൻസും ഫ്രാഞ്ചൈസിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഡെപ്പോസിറ്റും കുറച്ച് സിസ്റ്റംസും ഒക്കെ വാങ്ങിച്ചു. ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു, ഓഫീസിൻ്റെ ഇൻറ്റീരിയർ കുറച്ച് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 1 ലക്ഷം രൂപ മാത്രമല്ല, എൻ്റെ കയ്യിൽ കുറച്ച് കാശും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ. അപ്പം ബട്ട് ഈ 1 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ, മൂലധനമായിട്ടുള്ളത്. അപ്പം അന്ന് ഈ 1 ലക്ഷം രൂപ എനിക്ക് വാപ്പിച്ച് തന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ ഒരു ബിസിനസ് സംരംഭം കെട്ടിപ്പടിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു. വാപ്പച്ചിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ നല്ല ബർക്കത്തുള്ള പൈസ ആയിരുന്നു അല്ലേ? അല്ല, നമ്മൾ പറയുമല്ലോ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് എത്രയോ പേർക്കാണ് അതിൽ നിന്ന് ജോലി കൊടുക്കാനും, എത്രയോ പേരാണ് ആ കോഴ്സ് പഠിച്ചിന്ന് ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് ഹൈ സാലറിയിൽ ജോലി മേടിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അന്നുണ്ടായിരുന്ന റിസപ്ഷൻ ടേബിൾ ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. നൊസ്റ്റാൾജിയ. അല്ല, അന്ന് ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
ഈ വർക്ക് ചെയ്തുകൊണ്ട് മാസം ശമ്പളം ഞാൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഉമ്മയുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത്. ഉമ്മ കാശ് വാങ്ങിച്ച ഒരു പ്രാവശ്യം ശമ്പളത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഏകദേശം ഒരു 70% അടുപ്പിച്ച് ഞാൻ വീട്ടിൽ കൊടുക്കുന്ന ഒരു നല്ലവനായ മകനാണ്, നല്ലവനായ ഒരു മകനാണ്. ഫാദറിന് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. പുള്ളി എന്നെ കൊണ്ട് നിർബന്ധിച്ചു എന്തായാലും. കാരണം അതൊരു നല്ലൊരു ശീലമായിരുന്നു പുള്ളി എന്നെ കൊണ്ട് ശീലിപ്പിച്ചത്. അനാവശ്യമായിട്ട് ചിലവാക്കാനായിട്ട് വിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളി കാശ് വളരെ ലിമിറ്റ് ചെയ്ത് ചിലവാക്കാനായിട്ട് തന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ബിസിനസ് അവസരങ്ങൾ തേടി പല സ്ഥലങ്ങളിലേക്ക് ചെയ്തതും. അപ്പോൾ ഒരു പ്രാവശ്യം ഉമ്മ ശമ്പളം ഞാൻ കൊടുക്കുമ്പോഴത്തേക്ക് ശമ്പളം അത് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണല്ലോ. ഉമ്മ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ മോനെ? ഇത് യഥാർത്ഥത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എൻ്റെ മനസ്സിലിട്ട് ഇതൊരു സ്പാർക്കായിരുന്നു. ബട്ട് ഇതൊരു തീപ്പൊരിയായിട്ട് പിന്നെ ആളി കത്തി, പയ്യെ കനലായിട്ട് ആളി കത്തിയല്ലേ. ഉമ്മച്ചി ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കും, നിനക്ക് അത്ര ഫീൽ ചെയ്തായിരുന്നുടാ എൻ്റെ ആ ഒരു ചോദ്യം. എന്നിട്ട് ഈ ട്രാൻസ്ഫോഴ്സ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുന്ന അമ്പലത്തറയിലെ ആ ഇപ്പൊ കാണുന്ന ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ നിന്നാണ്. അവിടെ നിന്ന് അപ്പം അന്നാണ് സാറിനെ വീണ്ടും പോയി കാണുന്നത്. ആ സമയത്ത് സാറിനെ കാണുന്നില്ല. ബട്ട് ഇവരുടെയൊക്കെ ഒപ്പീനിയൻ കൺസൾട്ടേഷനൊക്കെ ഉണ്ട്, ഇനാഗുറേഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതിന് ശേഷമാണ് സാറിന് കാരണം ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി സാറിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ സാറ് വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിരുന്നു. തുടക്കം മുതലേ സാറ് നമ്മുടെ പാർട്ടായിരുന്നു. ബട്ട് പാർട്ട്ണർ ആയിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞത് സാലറീഡ് ആയിരുന്നു. എത്ര രൂപ സാലറി കിട്ടുമായിരുന്നു? മണിക്കൂറിന് പെട്രോൾ കാശും ചേർത്ത് 500 രൂപ തരും. കുഴപ്പമില്ല, വലിയ തെറ്റില്ലാത്ത കാശാണ്. സെമിനാർ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അന്ന് പത്രങ്ങൾ, സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലല്ലോ. പത്രങ്ങളിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷന്റെ അവസരങ്ങൾ കൊടുക്കുമ്പോൾ കുറേ ആൾക്കാർ വരും. അപ്പൊ അവരെയൊക്കെ സെമിനാർ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനകത്തേക്ക് കൊണ്ടുവരിക, കോഴ്സ് ജോയിൻ ചെയ്യിപ്പിക്കുക, പഠിപ്പിക്കുകയും ചെയ്യണം, മാർക്കറ്റിങ്ങും ചെയ്യണം, എല്ലാം ചെയ്യണം. എന്നിട്ട് അവർലി 500 രൂപയും തരും. എന്നിട്ട് എപ്പോഴാണ് ഈ ഒരു ബിസിനസ് പാർട്ട്ണർ ആക്കണമെന്ന് തോന്നിയത്? എപ്പോഴാണ്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ആ സമയത്ത് ബൂമിംഗ് ആണ്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന് ഒരുപാട് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കമ്പനീസ് ഉണ്ടായിരുന്നു. കാരണം ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കമ്പനീസ് ഉണ്ട്. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മൈലേജ് ആയിരുന്നു. അപ്പം ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിലും ആധികാരികമായിട്ട് ഒരു LMS ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു US ബേസ്ഡ് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു LMS ഡെവലപ്പ് ചെയ്തു. ആ LMS വഴിയായിരുന്നു നമ്മൾ പിന്നീട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ആ LMS ചില സമയത്ത് സാറിനിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം LMS ആയിരുന്നു ട്രെയിനിങ് മൊത്തം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിൽ പിന്നീട് ആ LMS നമ്മൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. നമ്മുടെ തന്നെ വേറെ കുറച്ച് ചേഞ്ചസ് അതിനകത്ത് വരേണ്ടി വന്നു. ആ സമയത്ത് ഒരു അപ്ഡേഷൻസും അങ്ങനെയുള്ളൊരു ഗ്യാപ്പ് വന്ന സമയത്ത് മാനുവലായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അസർ സാറിലേക്ക് എത്തിപ്പെടുന്നത്. സാറിനെ വീണ്ടും സാറ് ഉണ്ടെങ്കിലും സെമിനാറും അതിനൊക്കെ വരുന്നുവെങ്കിലും ട്രെയിനിങ് ഫുൾ ടൈം എടുക്കാനായിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ സാറിനെ സമീപിക്കുകയും സാർ അത് ഓക്കെ പറയുകയും സാറിന്റെ സാറ് കമ്പ്യൂട്ടർ സെന്റർ ഒക്കെ വിറ്റിട്ട് ഇങ്ങോട്ട് പോകുന്നോ? വിറ്റില്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് രാവിലെ വരും. ഇവിടെ വന്നിട്ട് അവിടെ എല്ലാ ദിവസവും പോകാൻ പറ്റില്ല. പക്ഷെ കൂടുതലും ഇവിടെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. ഈ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വീട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ സാലറി അതായത് ഈ ബിസിനസ് എന്നിരുന്നാലും ബിസിനസ് ഞാൻ ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ ഇവർക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാശ് കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ബിസിനസ് ഇനിയിപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വീട്ടുകാർക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ജോലി ഉള്ളത് അവർക്കൊരു ആശ്വാസമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മന്ത്ലി ഒരു എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്കൊരു പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് അറിയാം ബിസിനസ്സിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഒരു 2 കൊല്ലത്തിൽ കൂടുതലായി, 2 years, 3ാമത്തെ കൊല്ലം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 3ാമത്തെ കൊല്ലമായി. ഒരു 3-4 സ്റ്റാഫിൻ്റെ അകത്തേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഞാനിന്ന് ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി
ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വീട്ടിലൊക്കെ ഒരുപാട് വാപ്പായും ഉമ്മായും ഒക്കെ ഒരുപാട് ഷൗട്ട് ചെയ്തു ഇറങ്ങി. ഇത്രയും നല്ലൊരു ജോലി ടെക്നോ പാർക്ക്, അന്ന് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് ടെക്നോ പാർക്ക് ഭയങ്കര ഒരു ട്രിവാൻഡ്രത്തെ ഒരു ഒന്നെങ്കിൽ ഗവൺമെന്റ് ജോലി ആയിരിക്കണം, അല്ലെങ്കിൽ ടെക്നോ പാർക്കിലായിരിക്കണം. അപ്പം അത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്. അപ്പൊ പിന്നെ പെങ്കൊച്ചിന്റെ വീട്ടിലും പ്രശ്നമായി. അത് കണ്ടിട്ടാ കെട്ടിച്ചു കൊടുത്തത്. അത് കണ്ടിട്ട് കെട്ടിച്ചു കൊടുത്തു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ആശാൻ റിസൈൻ ചെയ്തു. അത് അവിടെയും പ്രശ്നമായോ? അവിടെ മൊത്തത്തിൽ എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയമായി. ഭാര്യ എന്ത് പറഞ്ഞു? ജോലി ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, എൻ്റെ പാഷൻ ബിസിനസ് ആണെന്നും അതിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്താൽ നല്ല രീതിയിൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പുള്ളിക്കാരിക്ക് അറിയാം. കാരണം ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു അല്ലേ? സ്ട്രഗിൾ കാണുന്നുണ്ടല്ലോ, അത് കൂടാതെ അതെ അതെ. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഓഫർ വരികയാണ്. ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നു, അതൊരു നല്ലൊരു ഓഫറായിരുന്നു. ഒരു വേറൊരു കമ്പനിയിൽ, ഒരു IT കമ്പനിയിൽ ഫിനാൻസ് മാനേജറായിട്ട്. അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തായാലും കമ്പനിയിലും കുറച്ച് ഇനി സമയമെടുക്കും റെഡിയായി വരാനായിട്ട്. ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്തു. എന്നിട്ട് വീണ്ടും മൊത്തത്തിലുള്ള പ്രശ്നമായപ്പോഴത്തേക്ക് കുടുംബത്തിൽ നിന്നുള്ള പ്രഷർ കൂടി വന്നപ്പോൾ ഞാൻ വീണ്ടും ജോലിക്ക് പോയി. ഒരു ഫിനാൻസ് മാനേജറായിട്ട് ഒരു കമ്പനിയിൽ കയറി. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു രണ്ട് ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുത്താൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ബിസിനസ് വിടാനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും ഞാൻ കമ്പനിയോട്ട് സംസാരിച്ചു. അവരും പറഞ്ഞു ഓക്കെ. അങ്ങനെ ഒരു അറൗണ്ട് ഒരു 6 months ഞാനവിടെ വർക്ക് ചെയ്തു. അപ്പോൾ റിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. ബിസിനസ്സിൻ്റെ ബാക്കി പ്ലാന് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. അപ്പോഴത്തേക്കും വീട്ടിൽ പ്രഷറുണ്ട്, കാരണം ജോലിക്ക് പോകാതിരുന്നാൽ അവിടെ ഒരു പ്രശ്നമാവും. അപ്പോൾ ഞാനത് വൈഫായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മന്ത്ലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു സമയം, ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ റിസൈൻ ചെയ്തു. വൈഫിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു. വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഇൻ ബിറ്റ്വീൻ കുറച്ച് കാശ് ബിസിനസ്സിലേക്കൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു. വേറെ അടുത്തും ചോദിച്ചിട്ട് കാശ് കിട്ടത്തുമില്ലല്ലോ. ഒന്നാമത് നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ, നമ്മളൊന്നും നേടിയിട്ടില്ല. അപ്പോൾ വൈഫ് മഹർ കൊടുത്ത സംഭവമാണ്. ആ മാല, താലിമാല എടുത്ത് തന്നു. അത് ഈ പണയം വെച്ചെടുക്കുന്നതിനേക്കാൾ കൊണ്ടുപോയി വിറ്റു. അത് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. കുറച്ച് സിസ്റ്റംസിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു ആ സമയത്തുണ്ട്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ അന്ന് സിസ്റ്റം വേണം, കമ്പ്യൂട്ടർ വേണം. കമ്പ്യൂട്ടർ ഇല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല, ഷോർട്ടേജ് ഉണ്ട്. ഗ്രോത്ത് എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം കുറച്ച് സിസ്റ്റംസ് ഉണ്ട്, പിന്നെ കുറച്ച് സിസ്റ്റത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട്. അപ്പം താലിമാല എടുത്തു, വിറ്റു. ബട്ട് ഇത് വീട്ടിൽ ആർക്കും അറിയില്ല, പ്രശ്നമാണ്. പക്ഷേ ഞാനിത് അറിയാതിരിക്കാനായിട്ട് ഈ മാല കൊണ്ടുപോയി കൊല്ലം സുപ്രീമിൽ കൊണ്ടുപോയി കൊടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു, സെയിം ഡിറ്റോ അതേപോലത്തെ സാധനം ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു. പുള്ളിക്കാരുടെ കയ്യിൽ കൊടുത്ത്, ഇടരുത്, കയ്യിൽ വെച്ചേക്കണം, ആരെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ, അല്ലെ മാമന്റെ മോളുടെ കല്യാണം, മാമിയുടെ മോളുടെ കല്യാണത്തിന് പോകുമ്പോൾ മാത്രം ഇടുക, പിടിക്കും. കാരണം കൊല്ലം സുപ്രീം എല്ലാവർക്കും അറിയാൻ പറ്റും. ബട്ട് എന്നിരുന്നാലും മാക്സിമം അതേപോലത്തെ സാധനമാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്, ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു കൊടുത്തത്. അപ്പോൾ അത് ഭാര്യനെ സമ്മതിക്കണം കേട്ടോ. കാരണം ഇത് പിടിക്കപ്പെടുമെന്നുള്ള പേടിയിൽ വേണമല്ലോ എവിടെയും ഇട്ടുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ എങ്ങാനും ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉരുകുന്നൊരു അവസ്ഥയുണ്ട്. അത് ഭയങ്കര മോശമായ അവസ്ഥയാണ്. പക്ഷെ ഒരു ദിവസം ഇത് ചോദിച്ചു, പിടിച്ചു, വീട്ടിൽ ഇങ്ങ് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പം അതൊരു വലിയൊരു വിവാദമായി. ബട്ട് ഞാൻ ആ സമയത്ത് അത് രണ്ടിൻ്റെയും ഒരു മിഡിൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലി ഉപേക്ഷിച്ചു. അതും വൈഫിൻ്റെ അടുത്ത് ചോദിച്ച് ഒന്ന് ആലോചിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. വീട്ടിൽ ആർക്കും അറിയില്ല. അപ്പോൾ ഫാദർ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും, ഇന്ന് ജോലിക്ക് പോയില്ലേ? ഓഫീസിൽ വരും, വാപ്പ വന്നിട്ട് ചോദിക്കും. വാപ്പ ഇടയ്ക്കിടയ്ക്ക് വാപ്പയുടെ വിചാരം മോൻ ബിസിനസ്സും ജോലി ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടെന്നാണല്ലോ. എല്ലാവർക്കും വലിയൊരു കാര്യമാണ്. ബിസിനസ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, ജോലിയും വേറെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എല്ലാ മാസം കൃത്യമായി വീട്ടിൽ പൈസയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ജോലി ഞാൻ റിസൈൻ ചെയ്തത് എനിക്കും വൈഫിനും മാത്രമേ അറിയാവൂ. അങ്ങനെ ഒരു ദിവസം ഏകദേശം 6 മാസത്തോളം ഇത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ആ കമ്പനിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ബിരിയാണി കിട്ടും. ബിരിയാണി കമ്പനിക്ക് ഫുൾ ഇതാണ്, പൂനെ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഫുഡുണ്ട്.
അല്ല ഫുഡ് എല്ലാ ദിവസവും ഉണ്ട് ഫുഡ്. വെള്ളിയാഴ്ച ബിരിയാണി. അപ്പോൾ ഈ ബിരിയാണി ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ബിരിയാണി ഞാൻ വാങ്ങിച്ചിട്ട് വീട് അടുത്തായിരുന്നു, അതുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഇതേ പാറ്റേൺ ഞാൻ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, വീട്ടിൽ പൈസ കൊടുക്കണം, വെള്ളിയാഴ്ചത്തെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം, ഭാര്യയുടെ മാലയ്ക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് മാല വെക്കണം. എന്തൊക്കെ റിസ്കുകൾ എടുത്താണ് ഒരു സംരംഭകൻ ശരിക്കും വിജയത്തിലേക്ക് എത്തുന്നത്. അതെ അതെ ബിസിനസ്സിൽ ഇത്രയും സ്ട്രഗിൾ ഇല്ല, ആ വീട്ടുകാരെ ടേക്ക് കെയർ ചെയ്യാനാണ്. അതെ. പക്ഷേ ഒരു ദിവസം ഇതേപോലെ ഈ മാല, അതേപോലെ തന്നെ മാല പിടിച്ചു, അതോടുകൂടി ജോലിയുടെ കാര്യം ഇവിടെ ചർച്ചാ വിഷയമായി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 6 മാസത്തോളം ഞാൻ കാശ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനപ്പോൾ പറഞ്ഞു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് കാശ് വരുന്നുണ്ടല്ലോ, വീട്ടിൽ ഞാൻ കാശ് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ബിസിനസ്സിൽ നിന്ന് കാശ് വരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അപ്പോൾ ഇനിയെങ്കിലും എന്നെ ഫുള്ളായിട്ട് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ ഒന്ന് സമ്മതിക്കൂ. അതെ അതെ, എന്നെ ഒന്ന് വിശ്വസിക്കുന്നില്ല, ഞാൻ തെളിയിച്ചു കഴിഞ്ഞ 6 മാസം. ആ രീതിയിലാണ് പിന്നീട് ഞാൻ ഫുൾ ടൈം ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യും. അത് പിന്നെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള ലെവലിലേക്ക് ഫോക്കസ് ചെയ്ത് സാറിനെയൊക്കെ കൂട്ടി പിന്നീട് ഒരു ഇന്ന് ഒരു ചരിത്രമായിരുന്നു. ഒരു ബിസിനസ് പ്രപ്പോസലായിട്ട് അത്രയും നാളും അധ്യാപകനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിസിനസ് പ്രപ്പോസൽ എൻ്റെ കൂടെ കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് തോന്നി? അപ്പോഴേ ചാടി വീണു. കാരണം ശരിക്കും എനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് അത്രയ്ക്കുള്ള നോളജ് ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല. ചെയ്യുന്നുണ്ടെങ്കിലും വലിയ പാഷൻ ഇല്ല. ഹൗ ടു ഡു എന്നുള്ളതിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരു ആവറേജ് ലെവലിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നത് മനസ്സിലായി. ഞങ്ങൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തത് തന്നെ വലിയൊരു എക്സാമ്പിളാണ്. ഒത്തിരി കാൻഡിഡേറ്റിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുക മാത്രമല്ല, അന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യാത്ത രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് സപ്പോർട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ കാൻഡിഡേറ്റിൻ്റെ ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി ആ കമ്പനികൾ ഞങ്ങൾ പോയി, അതായത് ഈ കുട്ടികളുടെ പാരൻസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ പോയി, ഗാർഡിയൻ എന്നതുപോലെ പോയിട്ട് പുറത്തിരിക്കുന്നില്ലേ, ജോലി കിട്ടിയോ അവരുടെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടും അവര്, കാരണം ഇത് കുറച്ച് സ്ട്രഗിൾ ഉള്ള ഒരു ഫീൽഡാണല്ലോ. സ്കില്ലിംഗ് ഇൻഡസ്ട്രി, സ്കിൽ ട്രെയിനിങ് ഈസ് വെരി ടഫാണ്, ഹെവി റിസ്ക് ആണ്. തിയറി മാത്രം പഠിപ്പിച്ചു കൊടുത്തിട്ട് പറ്റത്തില്ല. അവിടെ കമ്പനി നോക്കുന്നത് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ പാർട്ടാണ് ഈ ജോബ്. ഇതിൻ്റെ ബേസിലാണ് ഇൻഷുറൻസ് ക്ലെയിം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ഡിസീസ് കണ്ടീഷൻ മാറിപ്പോയാൽ, ഒരു മെഡിസിൻ്റെ അതിൻ്റെ യൂണിറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്, കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. അന്ന് ആ സമയത്ത് തന്നെ ക്രോഡ്സ് ഓഫ് പെനാൽറ്റി കിട്ടിയിട്ടുള്ള കമ്പനികൾ ടെക്നോ പാർക്കിലുണ്ട് ഈ ഡോക്യുമെൻറ്റേഷൻ ഫീൽഡിൽ, ക്വാളിറ്റി എറേഴ്സ് വന്നിട്ട്. അപ്പം ഞങ്ങളും അത്രയ്ക്കും സെൻസിറ്റീവാണ്. ഈ കുട്ടി ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഫോളോ കാണിച്ചു കഴിഞ്ഞാൽ നേരെ അത് പ്രൊവൈഡ് ചെയ്ത ആളിനാണ് വിളിക്കുന്നത്. ബാക്ക്ഫയർ ചെയ്യുന്നത് നമുക്കാണ്, നമ്മുടെ ബ്രാൻഡിനാണ്. അപ്പം ഞങ്ങൾ അത്രയും ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നോക്കിയാണ് നമ്മളുടെ കുട്ടികളെ പഠിപ്പിച്ച് പ്ലേസ്മെൻ്റ് ആക്കി. പോസ്റ്റ് പ്ലേസ്മെൻറ്റ് സർവീസും നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രോഡക്റ്റിൽ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊപ്പോസലുമായിട്ട് സാറ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്, ഒരു തോട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ്സിൽ ഞാൻ കൂടുതൽ വിഷൻ എനിക്കില്ല. അപ്പോഴും എൻ്റെ ഒരു ഡെയിലി ചിലവ്, ഫാമിലി നോക്കുക, യാത്ര, അത്യാവശ്യം സേവിങ്സ് ഒക്കെ നോക്കുമ്പോൾ ഒരു 25,000 കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എന്തിനേറെ റിസ്ക് എടുക്കണം വേറെ ബിസിനസ്. നമ്മുടെ വെമ്പായത്തെ സെൻറ്റർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അതിനകത്തുനിന്ന് മാന്യമായ ഒരു തുക കിട്ടുന്നുണ്ട്. ഇതും കൂടെ ആകുമ്പോൾ ഞാൻ ഓക്കെയാണ്. പക്ഷെ അപ്പോഴും സാറിൻ്റെ വിഷൻ വളരെ അതിനേക്കാൾ, ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ്. ഒരു 25 CR ടേൺ ഓവറിലേക്കൊക്കെയാണ് സാറ്. നമ്മള് മാസം 25,000 രൂപയെ കുറിച്ചു, അമീൻ സാറും ഒരു 25 കോടിയെ കുറിച്ചുമാണ്. ഇപ്പൊ ഡ്രീം സെറ്റ് ആവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നമുക്കതൊരു ഡ്രീമാണ്, നടക്കുമോ ഇല്ല എന്നുള്ളത്. പക്ഷെ അപ്പോഴും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് അത്യാവശ്യം ചെയ്യാനുള്ളൊരു പാഷനുണ്ട്. ബാക്കി ബിസിനസിന്റെ ഒരു സ്ട്രഗിളും കാര്യങ്ങളും ഞാനിവിടെ തലയിൽ വെക്കണ്ടല്ലോ. പുള്ളി എന്തായാലും അത് എനിക്ക് കൃത്യം എല്ലാ മാസം സാലറി കിട്ടില്ല. നമ്മൾ ഇടുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെയും വേണം. അപ്പോൾ അതിനൊക്കെ റെഡി ആയിരുന്നു. ഇപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ, കാരണം അവിടെ വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഗൾഫ് അറിയാമല്ലോ, അത് എന്തെങ്കിലും ആവശ്യങ്ങൾ നടന്നു പോവുക, കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ അവരും കുറച്ച് ക്യൂരിയസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നടത്താലോ, നീ അന്ന് സംസാരിച്ച് നോക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. വാപ്പച്ചി പറഞ്ഞു, രണ്ടുപേരും ലൈഫിലും വാപ്പച്ചി ഒരു മെയിൻ ക്യാരക്ടർ. അതെ അതെ.
എൻ്റെ വാപ്പച്ചി ഒരു 6 months ബിഫോർ ആണ് മരണപ്പെട്ടത്. അപ്പോൾ പുള്ളിയുടെ ഒരുപാട് അനുഭവങ്ങൾ, അദ്ദേഹം ഒരു 40 to 45 years ഒരു പ്രവാസിയായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും ഇങ്ങനെ ലെറ്റേഴ്സിലൂടെയും ഫോണിലൂടെയും തന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു കീപ്പ് ഇൻ ടച്ച് എപ്പോഴും ഉണ്ടായിരുന്നു. ഗാർഡിയൻ ഏഞ്ചൽ ആയിരുന്നു. രണ്ടുപേരും ഒരേ ആൾമോസ്റ്റ് ഒരു സെയിം ക്യാരക്ടറായിരുന്നു. അവർക്ക് പരസ്പരം അങ്ങനെ അറിയത്തൊന്നുമില്ല. അങ്ങനെയാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്പനിയിലേക്ക് സാറ്? സാറ് എൻ്റെ അന്ന് ഞാൻ ഒരു 5 ലക്ഷം രൂപ വാങ്ങിച്ചുള്ളൂ. അപ്പൊ ഈ 5 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടി? കയ്യിലുണ്ടായിരുന്നു? ഇല്ല, കയ്യിലില്ല. ഫാമിലിയിൽ നിന്ന് അതും ഒരു തന്നെയാണ്. ചരിത്രം. ഇല്ല അതൊരു ഹിസ്റ്ററിയാണ്. അത് 2 ടൈമിലാണ് ചെയ്തത്. ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ബ്രദർ, പുള്ളി ഗൾഫിലാണ്. പുള്ളി ഇങ്ങനെ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ച് വീട് വെക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഫാദറിൻ്റെ പറയുന്നതിന് മുമ്പ് ഈ ബ്രദർ കസിൻ ബ്രദറാണ്, എപ്പോഴും ഇങ്ങനെ ചോദിക്കും എന്താണ് നിൻ്റെ പ്ലാൻ. ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്, ഇതേപോലെ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ വീട്ടിൽ ചോദിച്ചില്ല. അവിടെ എൻ്റെ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, ഞാൻ ഒരു നാട്ടിൽ വന്നിട്ട് പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി വെക്കുന്നതാണ്. എനിക്കൊരു 1 year എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ചു തരാന്ന് പറഞ്ഞു. പറഞ്ഞു 1 year അതിനു മുന്നേ തരാന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ ഇപ്പുറത്തെ സൈഡില്. 25 കോടിയിൽ നിന്നും ഒരു 5 ലക്ഷം രൂപയൊക്കെ മാറ്റാൻ എന്ത് പാടുള്ളല്ലേ? 25 കോടി ഇവിടെ കിടക്കുമല്ലേ. അങ്ങനെയാണ് കൈ കൊടുക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമുക്ക് അതിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ടിങ് ടൈമാണ്. ട്രാൻസ്ക്രിപ്ഷനിൽ നിന്ന് പയ്യെ കോഡിങ്ങിലേക്ക് മാറി. നമ്മൾ ചെയ്യുമ്പോഴും അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്, മെഡിക്കൽ കോഡിംഗ് വരുന്നുണ്ട്, ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് അത് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിലോട്ടൊന്ന് നോക്കാം. പക്ഷെ ആർക്കും ഒന്നും അറിയില്ല. നമുക്ക് പക്ഷേ 100% കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം ഈ ഇൻഡസ്ട്രിയിൽ തന്നെ സെയിം കുട്ടികളെ പഠിപ്പിക്കുകയും പ്ലേസ് ചെയ്യുകയും ചെയ്തു, പരിചയമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു പോളിസി ഉണ്ട്, അതായത് ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ്. നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസിനും എല്ലാം അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടണം കമ്പനിയിൽ നിന്ന്. എസ്പെഷ്യലി പഠിക്കുന്ന സ്റ്റുഡൻസിന് 100% ഇതിൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് ജോലി കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം നമുക്ക് 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നും അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈം ഞാൻ പറയാം. ഇതുപോലെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരു രൂപരേഖയില്ല. അപ്പോൾ ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് പുതിയ പ്രോഡക്റ്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റി. മെഡിക്കൽ കോഡിങ് ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കോഴ്സുകളൊക്കെ വന്നു. അപ്പോഴാണ് നമ്മൾ പല ലൊക്കേഷനിലേക്കും ഇത് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കഷൻ വന്നു. അതെ, ഈ ട്രിവാൻഡ്രത്ത് നിന്നുകൊണ്ട് എത്രയും ചെയ്യണേ. അപ്പോൾ അപ്പോഴും നമുക്ക് നോർത്ത് ഇന്ത്യൻ കുട്ടികളൊക്കെ ഓൺലൈൻ പഠിക്കുന്നുണ്ട്. കൽക്കട്ട, ജയ്പൂർ, ഒരുപാട് സ്ഥലം, ബാംഗ്ലൂർ. അപ്പോൾ അങ്ങനെ കുറച്ച് മറ്റ് കേരളത്തിൻ്റെ എല്ലാ ലൊക്കേഷനിലും പിള്ളേരുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ ഫ്രാഞ്ചൈസിയൊക്കെ നോക്കി, ഫ്രാഞ്ചൈസി ഒന്നും അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ പോയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഉറപ്പായിട്ട് അടുത്തൊരു ലൊക്കേഷൻ എറണാകുളം, കൊച്ചി അല്ലേ? എല്ലാവരുടെയും ബിസിനസ്സിലെ ഏറ്റവും സ്വപ്നമായൊരു നഗരമാണ് കൊച്ചി. അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ അപ്പോഴും ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ട്രിവാൻഡ്രം കാരണം ആ ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലോറിൽ നിന്നും ബാക്കി ഫ്ലോറിലേക്ക് ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു ലൊക്കേഷൻ വന്നപ്പോൾ വീണ്ടും അതൊരു ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും ഒരു ഔട്ട് സൈഡ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയേ പറ്റൂ. ആ സമയത്താണ് എൻ്റെ ഫാദർ ഗൾഫ് ലൈഫ്, അവരുടെ പ്രൊഫഷൻ റിട്ടയർഡ് ആവുന്നത്. അപ്പോൾ കുറച്ച് PF അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 30 years വർക്ക് ചെയ്ത കമ്പനി DHL പർച്ചേസിംഗ് മാനേജറായിരുന്നു. അങ്ങനെ ഒരു ഫണ്ട് ഫാദറിന് കിട്ടി എന്ന് എനിക്ക് ഉറപ്പായി. ചോദിക്കാനുള്ള സ്ഥലമായി, ഒരു സ്ഥലമുണ്ടല്ലോ. അങ്ങനെ ജസ്റ്റ് ഈ ഒരു ഐഡിയ പറഞ്ഞു ഫാദർ. കാരണം ഇത്രയും നാളത്തെ ഒരു സ്ട്രഗിളിൽ നമ്മൾ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാക്കി എന്നുള്ളത് ഫാദറിന് മനസ്സിലായി. അപ്പോൾ കുഴപ്പമില്ല, കംപ്ലീറ്റ് PF നിനക്ക് തരാം. അദ്ദേഹത്തിന്റെ അത്രയും വർഷത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് നിങ്ങൾ ഇത്രയും വിശ്വസിക്കുന്ന 2 പിതാക്കന്മാരാട്ടോ. ഉമ്മമാരും വളരെ സപ്പോർട്ടീവാണ്. എത്ര ലക്ഷം രൂപ തന്നു വാപ്പച്ചി? 20 lakhs. 20 ലക്ഷം തിരിച്ചു കൊടുക്കണമല്ലോ, കാരണം ഞങ്ങൾ 3 ആണുങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ. അപ്പോൾ ഒരാൾ മാത്രം അത് അങ്ങനെ ഒന്നും ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ല. എന്നാലും നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഇത് നമുക്ക് 1 year തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ചെയ്യാൻ പറ്റും വാപ്പച്ചി എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ വിചാരിച്ചില്ല 1 year കൊടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ വിത്തിൻ 6 months
ഈ പൈസ തിരിച്ച് വാപ്പച്ചിക്ക് കൊടുത്തു. അടിപൊളി, സൂപ്പർ. അപ്പൊ വാപ്പച്ചിയുടെ ഫീലിങ്സ് എന്തായിരുന്നു ഈ പൈസ കൊണ്ടുപോയി കൊടുത്തപ്പോൾ? പ്രൗഡ് മൊമെന്റ് അല്ലേ, കാരണം അവർക്ക് വലിയൊരു എന്താ ഒരു ഡ്രീമാണ്. കാരണം വർഷങ്ങളോളം ഗൾഫിൽ കഷ്ടപ്പെട്ട് ഒക്കെ കുടുംബത്തിന്റെ കാര്യം നോക്കുമ്പം മക്കള് കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴുള്ള ഒരു വാപ്പച്ചി ചിന്തിക്കുന്നതായിരിക്കും, ഞാൻ ഇത്രയും വർഷം പണിയെടുത്തിട്ട് എനിക്ക് കിട്ടിയത് ഇത്രയും തുകയാണ്, 6 മാസം കൊണ്ട് അവനത് തിരിച്ചു തരാൻ പറ്റിയെങ്കിൽ അവന് ലൈഫിൽ എവിടേക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് ഒരു മകൻ എന്നുള്ള രീതിയിൽ വലിയൊരു അച്ചീവ്മെന്റ്. അതെ. പക്ഷെ അതിനുശേഷം ഒരുപാട് പേര് നാട്ടില് ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ കസിൻ ബ്രദേഴ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് ഇതിന്റെ. അപ്പോൾ പലരും ഇതേപോലെ താല്പര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ കൂടെ കൂട്ടാവോ. നമ്മളൊന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ലൈഫിൽ ഏറ്റവും വലിയ തിരിച്ചടി, ജീവിതത്തിലെയും ബിസിനസ്സിലെയും ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നതും കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുല്ലേപ്പടിയിൽ നമ്മളെപ്പോഴും പോകുമ്പോൾ ഒരു ഓഫീസ് നമുക്കുണ്ടായിരുന്നു, പക്ഷെ ആ ഓഫീസ് ഇന്നില്ല. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ, പുറത്തറിയില്ലെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? ഏകദേശം ഒരു 1.5 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു 15,000 സ്ക്വയർ ഫീറ്റിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെങ്കിലും ഭാഗികമായിട്ടും അത് സക്സസ് ആയിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടം സംഭവിച്ചു. എത്ര കോടി രൂപ? ഏകദേശം ഈ 1.5 to 2 CR ലോസാണ് നമുക്ക് ആ ഒരൊറ്റ. ഏത് വർഷം സംഭവിക്കുന്നത്? കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ്, 2020 മാറിയിട്ടില്ല, കോവിഡിന്റെ ഒരു 2020. അപ്പം കോവിഡിൻ്റെ പരാജയങ്ങൾ മൊത്തത്തിൽ അങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ബട്ട് ആ സമയത്ത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബിയോണ്ട് കൺട്രോൾ ആയിരുന്നു ആ റീസൺസ് ഒക്കെ. അതുകൊണ്ടാണ് അത്രയും ഒരു ലോസിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് എല്ലാം നമുക്കെതിരായിരുന്നു അല്ലേ? അതെ അതെ അതെ, കറക്റ്റ്. അന്ന് പലരും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ബട്ട് നമ്മളത് റിക്കവർ ചെയ്തു. വിത്തിൻ 2 years തന്നെ നമ്മൾ റിക്കവർ ചെയ്തു. സിറ്റുവേഷൻ നമ്മൾ റിക്കവർ ചെയ്തു. അതിൽ തന്നെ നമ്മൾ വീണ്ടും ആ ഒരു ഫെസിലിറ്റി വെച്ച് തന്നെ ആ കാശ് നമ്മൾ തിരിച്ചു പിടിച്ചു, എന്നിട്ട് അതിനെ വിട്ടു. പിന്നെ ട്രാൻസ്സോഴ്സിൽ നമ്മളൊരു മെഡിക്കൽ ഒരു ഫീൽഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് ഒരുപാട് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അമ്പലത്തിലെ ആ 1200 സ്ക്വയർ ഫീറ്റ് മുറിയിൽ നിന്നും ഇന്ന് നമ്മൾ ഒരുപാട് സ്പേസുകളിലേക്ക് വളർന്നു. എന്നാ ആ ഒരു ബിൽഡിംഗ്, കാരണം ഇന്ന് നമ്മൾ വരുമ്പോൾ ആ ഒരു ടോട്ടൽ ബിൽഡിംഗ് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഞങ്ങൾ അമ്മീനെ കാണാൻ വരുന്നതൊക്കെ ആ സ്പേസിലാണ്. അപ്പോൾ ഈ ഫുൾ ബിൽഡിംഗ് നമ്മൾ എടുക്കുന്നത് ഏത് വർഷമാണ്? നമ്മൾ 2016 2011 തുടങ്ങി 2016 ആയപ്പോഴേക്കും ആ ബിൽഡിംഗ് ഫുള്ള് നമ്മൾ എടുത്തു. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് ഏകദേശം 1, 2, 3, 4, 5ഓളം ടെനൻസ് ഉണ്ടായിരുന്നു. ഈ 5ഓളം ടെനൻസിനെയും ഒരുപാട് സമയം എടുത്തിട്ടാണ് നമുക്ക് മാറ്റാനായിട്ട് പറ്റിയത്. ബിക്കോസ് അതെല്ലാം ജെന്യുവിനായിട്ട് തന്നെയാണ്. ഓണേഴ്സ്, ബിൽഡിംഗ് ഓണർ കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കാരണമായിട്ട് നമുക്ക് ബിൽഡിംഗ് ഓണറിൻ്റെ സപ്പോർട്ട് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ട്രിവാൻഡ്രത്തുള്ള ഹെഡ് ഓഫീസിലുള്ള അത് പുള്ളിയും ഒരു ഫാമിലി, ഒരു അങ്കിളിനെ പോലെ തന്നെയായിരുന്നു പുള്ളിയുടെയും സപ്പോർട്ട്. പുള്ളിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും ഏകദേശം ഒരു 15 കൊല്ലമായിട്ട് നമുക്ക് ആ സെയിം ബിൽഡിങ്ങിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത്. ഇത് ഫുൾ ബിൽഡിംഗ് നമ്മുടെ ഇതിലാണ്. എന്തൊക്കെ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ശരിക്കും ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ സ്കിൽ ട്രെയിനിങ്ങിനകത്തുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു ഫണ്ട് ട്രെയിനിങ് പാർട്ട്ണറാണ്. അപ്പം അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു 37+ സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് കെയർ ഒരു സെക്ടറാണ്, ലോജിസ്റ്റിക്സ്, IT ഫീൽഡ്, ഹെൽത്ത് ആൻഡ് വെൽനസ്, ഇതെല്ലാം ഓരോ സെക്ടേഴ്സാണ്. ഇതിൻ്റെ അണ്ടറിലുള്ള ഏത് കോഴ്സും കൊടുക്കാനുള്ള അക്രഡിറ്റേഷൻസ് ട്രാൻസ്സോഴ്സിനുണ്ട്. ഇതൊരു ചെറിയൊരു അച്ചീവ്മെൻ്റ് അല്ല. ഇന്ത്യയിൽ മൊത്തം 500ഓളം സെൻറ്റേഴ്സാണ് ഉള്ളത്. അതിലൊന്നും നമ്മുടെയാണ്. ഓ അടിപൊളി. ഓക്കെ, അതിലൊന്നും നമ്മുടെയാണ് മൊത്തം ഓൾ ഓവർ ഇന്ത്യ. കാരണം അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു അംഗീകാരമാണ്. അത് ഈസി ആയിട്ട് കിട്ടിയതല്ല. ഒരു പാസ്റ്റ് 5 yearsൻ്റെ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കിട്ടിയതാണ്. നമ്മുടെ പ്ലേസ്മെൻറ്റ് റെക്കോർഡ്, നമ്മുടെ ട്രെയിനിങ് ക്വാളിറ്റി, ഇൻഡസ്ട്രി ടൈപ്പ്, നമ്മളുടെ ഫാക്കൽറ്റീസിൻ്റെ ക്വാളിറ്റി, എക്സ്പീരിയൻസ്, ഇതെല്ലാം വെച്ച് ഒരു 5 years NSDCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫുൾ സ്ക്രൂട്ടനിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു 5 വർഷത്തെ കഷ്ടപ്പാടുകൾക്ക് ഒടുവിൽ കിട്ടിയതാണെന്നല്ലേ? കേരളത്തിൽ വേറെ ആരെങ്കിലും മലയാളീസിന് അത് കിട്ടിയിട്ടുണ്ടോ?
ഫണ്ടഡ് ട്രെയിനിങ് പാർട്ണർ ആയിട്ടില്ല, അല്ലാണ്ട് ഓതറൈസ്ഡ് ട്രെയിനിങ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഫണ്ടഡ് ആയിട്ടുള്ള ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആണല്ലേ? സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂം കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും എംബസി അറ്റസ്റ്റേഷൻ, PSC ഒക്കെ അപ്രൂവ്ഡ് ആണ്. ഇപ്പോൾ കൂടാതെ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ കൂടി NSDC ത്രൂ തന്നെയാണ് നാഷണൽ ലെവലിലുള്ള ക്രെഡിറ്റൈസ്ഡ് സർട്ടിഫിക്കേഷൻസ് ആണ് എല്ലാ സർട്ടിഫിക്കറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്ലോമ പ്രോഗ്രാംസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ഡിഗ്രി പ്രോഗ്രാംസ് ഉൾപ്പെടെ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, ക്രെഡിറ്റൈസ്ഡ്. ഇവൻ പല ലീഡിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനും ഇല്ലാത്തൊരു സംഭവമാണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം. നാഷണൽ ലെവലിലുള്ള ഒരു ക്രെഡിറ്റൈസ്ഡ് ഇന്റർനാഷണൽ ലെവലിൽ വരെ നമുക്ക് ഇതിനെ അലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അത്രത്തോളം ആധികാരികമായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് കൊടുക്കാൻ. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓതൻറ്റിസിറ്റിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള പോർട്ടൽസ് ഉണ്ട്, ഗവൺമെൻറ് പോർട്ടലുണ്ട്, അതിൽ ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നൊക്കെ പറയും. അതിൽ DigiLocker വഴി വെരിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 40 ക്രെഡിറ്റ്സ്, ഡിഗ്രി ആണെങ്കിൽ 120 ക്രെഡിറ്റ്. അത് 1 ക്രെഡിറ്റ് മുതൽ 120 ക്രെഡിറ്റ് വരെ കൊടുക്കാനുള്ള കോഴ്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. അടിപൊളി. 37ഓളം കോഴ്സുകളുണ്ട്. 30ഓളം സെക്ടേഴ്സിൽ 500-ൽ പരം കോഴ്സുകൾ ചെയ്യാൻ നമ്മൾ എലിജിബിൾ ഉണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് 20+25ഓളം കോഴ്സസ് ആണ്. ഓരോ കോഴ്സിൻ്റെയും സബ് കാറ്റഗറീസ് ഉണ്ട്. ഇതെല്ലാം ജോബ് ഓറിയൻറ്റഡ് ആണ്. ഗവൺമെൻറ് കൊടുക്കുന്ന വെറുതെ സിലബസ് അല്ല, അത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിൽ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കോഴ്സേ പഠിപ്പിക്കാൻ പറ്റും. ഈ ഒരു 15 വർഷം കൊണ്ട് എത്ര വിദ്യാർത്ഥികൾ നമ്മൾ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ടാവും? ഓൾമോസ്റ്റ് 27,000-ലധികം കുട്ടികളെ നമ്മൾ പിടിച്ചിറക്കിയിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ നിന്നും തുടങ്ങിയതാണ്. ഒരു ട്രെയിനർ 500 രൂപ ഡെയിലി വേജസിൽ വന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ഇന്ന് എത്ര എംപ്ലോയീസ് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇന്ന് അറൗണ്ട് ഒരു 120+ എംപ്ലോയീസ് ടോട്ടലി. 120-ലധികം ആളുകൾക്ക് നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. 7ഓളം ലൊക്കേഷനിൽ ഓഫീസസ് ഉണ്ട്. 1200 സ്ക്വയർ ഫീറ്റിൽ നിന്ന് എത്ര സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മൾ എത്തി നിൽക്കും? അറൗണ്ട് 20,000+ സ്ക്വയർ ഫീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളി. അതൊരു വലിയ ജേണിയാണ്. കാരണം 15 വർഷം ഒരുപാട് താഴ്ചകളുണ്ടായി, ഒരുപാട് ഉയർച്ചകളുണ്ടായി. എല്ലാ താഴ്ചകൾക്കും കൈപിടിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ഉയർച്ചകൾ ഉണ്ടായപ്പോൾ സന്തോഷിക്കാനും ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ ഒരു മാൻഡേറ്ററി ചോദ്യമുണ്ട്. എല്ലാവരും പല ഇൻ്റർവ്യൂസിലും പല രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് പറയാറുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ലൈഫിലെ ഏറ്റവും ഒരു പ്രൗഡ് മൊമെൻ്റ് എന്തായിരിക്കും? എൻ്റെ പ്രൗഡ് മൂമെൻറ്റ് യഥാർത്ഥത്തിൽ എനിക്ക് ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം. ബൈക്ക് കയറുന്ന വീടായിരുന്നു എൻ്റെത്. അപ്പം ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക്. അതൊരു ഫയർ തന്നെയായിരുന്നു. അതായത് വണ്ടി കയറുന്ന, കാറ് കയറാൻ സാധിക്കുന്ന ഒരു വീട് സ്വന്തമാക്കണം. കേൾക്കുന്നത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഫീലിംഗ് എത്രത്തോളം ആണല്ലേ? അതെ അതെ. അപ്പം അത് യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ ഉള്ള വീട് നഷ്ടപ്പെടുത്താതെ തന്നെയാണ് ഈ പുതിയ ഒരു വണ്ടി കയറുന്ന വീട് ഉണ്ടാക്കിയത്. അന്ന് ഏതായിരുന്നു വണ്ടി? ബൈക്കും ഉണ്ടായിരുന്നു, കാറും ഉണ്ടായിരുന്നു? അന്ന് എനിക്ക് ഒരു കൈനറ്റിക് ഹോണ്ടയും അതുപോലെ മാരുതി 800 ആയിരുന്നു. ഇന്ന് വണ്ടി കയറ്റിയപ്പോൾ ഏത് വണ്ടി കയറ്റി? ഇന്ന് മെഴ്സിഡസ് ബെൻസ് കയറ്റി വീട്ടിലേക്ക്. എത്ര നാളായി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്? 3 years. 3 വർഷമായി. നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആ ഹൗസ് വാമിംഗ് ആയിരുന്നായിരിക്കാം. എനിക്ക് നെഞ്ചു ഉയർത്തി തല ഉയർത്തി നിൽക്കാനായിട്ട് പലരുടെയും മുമ്പിൽ അവർ അച്ചീവ്മെന്റ് കാണിച്ചു കൊടുക്കാനായിട്ട്. ഇതിനിടയിൽ പലരിടത്തും ഞാൻ കാശ് കടം ചോദിച്ചിട്ടുണ്ട്. ബട്ട് അവരെല്ലാവരും ഈ ഒരു മൂമെന്റിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന വലിയൊരു പ്രൗഡ് മൂമെന്റ് തന്നെയാണ്. ആ കാറ് പിടിച്ച് വന്നാണ് നിന്നപ്പോൾ ഒരു ഫീലല്ലേ? തീർച്ചയായിട്ടും. സാറിലേക്ക് വന്ന സാറിന്റെ ഒരു പ്രൗഡ് മൂമെന്റ്. എൻ്റെ സാറിനെ കണ്ണു നിറഞ്ഞു കേട്ടോ. എന്തായിരുന്നു സാറിന്റെ ഒരു പ്രൗഡ് മൂമെന്റ്? അദ്ദേഹത്തിന്റെ പ്രൗഡ് മൂമെന്റ് എന്റെയും കൂടെ പ്രൗഡ് മൂമെന്റ് ആണ്. കാരണം ജേണിയിലുടനീളം ഞാൻ ഉണ്ടായിരുന്നു. ആ സ്ട്രഗിൾ ഞാൻ കണ്ടാണ് വരുന്നത്. ശരിക്കും എനിക്ക് ട്രാൻസ്സോഴ്സ് ആണ് എൻ്റെ ഒരു അതിനകത്തുള്ള ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വന്നത് തന്നെ സ്കിൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓരോ കുട്ടികളുടെയും ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു അച്ചീവ്മെൻറ്റ് ഭയങ്കര ഒരു വലുതാണ്. അപ്പം ഒരു പ്രാവശ്യം ഫാദറുമായിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഒരു 1 year ബിഫോറാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇങ്ങനെ തിരികെ വന്നപ്പോൾ പെട്ടെന്നൊരു ഡോക്ടറിൻ്റെ റൂമിൽ നിന്നും ഒരു പയ്യൻ ഓടി വന്നിട്ട് സാറ് എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കവനെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒരു 4 years ബാക്ക് ട്രാൻസ്ഫോഴ്സിൽ പഠിച്ച അമലാണെന്ന് പറഞ്ഞു. പക്ഷെ പേര് എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അമൽ ചോദിച്ചു, അമൽ എന്താ ചെയ്യണേ? ഞാനിവിടെ ഒരു സീനിയർ ഡോക്ടറിൻ്റെ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്.
അതൊക്കെ ഭയങ്കര നമുക്കിങ്ങനെ കണ്ണൊക്കെ നിറയുന്ന, അവൻ അത്രയും ഹാപ്പി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ സാർ ഇന്നിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് വിഷമം, എന്ത് പറ്റിയിടാ? ഇല്ല, ഞാൻ UAE പോവുകയാണ്. എനിക്ക് അവിടെ ഒരു മെഡിക്കൽ റെക്കോർഡ് സ്പെഷ്യലിസ്റ്റായിട്ട് ജോബ് കിട്ടിയിട്ടുണ്ട്. അവൻ അന്ന് ഒരു 20,000 മുടക്കി പഠിച്ച ഒരു കോഴ്സിൽ നിന്നാണ് ഒരു 1.5 ലാക്ക് സാലറിയിലേക്ക് ഒരു 3 years ജേർണി കൊണ്ട് അവൻ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അത് അവൻ്റെ ഫാമിലിക്ക് കിട്ടുന്ന സപ്പോർട്ട്, അങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് ഉണ്ട്. ഒരു അധ്യാപകന് കിട്ടുന്ന പ്രൗഡ് മൊമെന്റ് അല്ലേ? ചെന്നൈയിൽ പ്ലേസ്ഡ് ആയ മെഡിക്കൽ കോഡിംഗ് സ്റ്റുഡൻറ്റ് മാസത്തിൽ ഒരിക്കലും ട്രെയിനിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എവിടെയോ വെച്ച് നമ്മളിങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് ഈ 2012 ഓൺവേഴ്സ് ഉള്ള സ്റ്റുഡൻസുമായിട്ട് ഇപ്പോഴും ഭയങ്കര കോൺടാക്റ്റാണ്. അവർ പല കാര്യങ്ങൾക്കൊക്കെ റെഫറൻസ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിന് പിന്നെ ഒരു 2 year കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറയുന്നത്, പണ്ട് മാസത്തിലൊരിക്കൽ ട്രെയിനിലാണ് വരണേ, ഇപ്പോൾ 2-3 പ്രാവശ്യം ലീവ് കിട്ടുമ്പോഴേക്കും ഫ്ലൈറ്റിലാണ് നാട്ടിലേക്ക് വരണേ. അങ്ങനെയുള്ള ഒരുപാട്, അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൗഡ് മൊമെൻറ്റ്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഇനിയും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും ചലഞ്ചിങ് ഒക്കെ ആണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളെ വീണ്ടും വീണ്ടും ഇതിൽ എഫേർട്ട് ഇടാനായിട്ട് നമ്മളെ ഇൻഡ്യൂസ് ചെയ്യുന്നു. നമ്മളെ ഒരു മുന്നോട്ട് നയിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലേ? ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കുറേ മൊമെന്റ്സ് ആണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ് നിങ്ങളുടേത്. ഒരാൾ തുടങ്ങി ആ യാത്രയുടെ തുടക്കം മുതൽ കൂടെ നിന്നൊരു വ്യക്തി പിന്നീട് പാർട്ട്ണറായിട്ട് കൂടെ വന്നു. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഇപ്പോൾ എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി ആയിട്ട് വന്നയാളാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്നീ കാണുന്ന പൊസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നിങ്ങൾ 15 വർഷം കഴിഞ്ഞു, ഇനി അത് സുതാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഫേമിൽ അല്ലെങ്കിൽ ട്രാൻസ്സോഴ്സിലേക്ക് പിടിച്ചു നിർത്തുന്ന നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിന് ബലം കൊടുക്കുന്ന ഏറ്റവും വലിയ ഘടകമായിട്ട് കാണുന്നത് എന്താ? അതൊരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഞാനൊരു ട്രെയിനിങ് ഡയറക്ടറായിട്ടാണ് ട്രാൻസ്സോഴ്സിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിനകത്ത് 100% ഫ്രീഡം. അത് എല്ലാ ഓരോ മൊമെൻറ്റിലും എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഇൻവോൾവ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതും എൻ്റേതായിട്ടുള്ള തോട്ട് പ്രോസസ്സ്, എൻ്റെ സജഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. പക്ഷേ ബാക്കി എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ തന്നെ ഞാൻ ബോധർ ചെയ്യേണ്ട എന്നുള്ളതല്ല. ഞാൻ അതിൽ കോൺഫിഡൻ്റ് ആണ് ബിക്കോസ് ഓഫ് ഹിസ് ബ്രോഡ് വിഷൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് സേഫ് ആണെന്നുള്ള വിശ്വാസം. ഒരു സ്ട്രഗിൾ വന്നാലും നെക്സ്റ്റ് മൊമെന്റ് അതിനൊരു ചേഞ്ച് വരും. അതുപോലെ അമീന്റെ വിശ്വാസം അതായിരിക്കില്ലേ, പഠിപ്പിക്കുന്ന കാര്യം ഞാൻ നോക്കേ വേണ്ട, അത് അസർ സാറിന്റെ കയ്യിൽ സേഫ് ആണ്, നോക്കുന്നില്ല. ചോദിക്കും നെക്സ്റ്റ് ഇയർ ഇത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, പറ്റൂലല്ലേ? അത്രേ ഉള്ളൂ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അവിടെ പിന്നെ എത്ര ട്രെയിനേഴ്സ് വേണം, എങ്ങനെ റിക്രൂട്ട് ചെയ്യാം, ഒന്നും ക്വസ്റ്റ്യൻ അല്ല. എൻ്റെ കോൺഫിഡൻസ് ഒന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. 2 എൻ്റെ ടീം എന്നുള്ളതല്ല, മൊത്തം ട്രാൻസ്സോഴ്സ് ടീം എന്ന് പറയുന്നത് കിട്ടുന്ന സപ്പോർട്ട് നമുക്ക് ഭയങ്കര. ഈ പറയുന്ന സ്ട്രഗിളിലൊക്കെ കൂടെ നിന്ന് ടീം മെമ്പേഴ്സ് നമുക്ക് ഒരിക്കലും ഫർഗറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഇതിനകത്ത് 5+8+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്, ബിസിനസ് ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിൻ്റെ ഗ്രോത്തിന് വലിയൊരു ഘടകമാണ്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരിക്കലും എന്താ പറയുക, ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫോർ എവർ വേറൊരു സാധനം നമ്മുടെ മുന്നിൽ ഇല്ല. അതൊരു കല്യാണം കഴിക്കുന്ന പോലെയാണെന്നല്ലേ രംഗു എപ്പോഴും പറയും, പാർട്ട്ണർഷിപ്പ് ഒരു കല്യാണം കഴിക്കുന്ന പോലെയാണ്. ഇത് നമുക്ക് ഡൈവേഴ്സ് അല്ല, നമ്മുടെ പല എംപ്ലോയീസും കളിയാക്കാറ് കൂടിയുണ്ട്. കാരണം നമ്മൾ പല ഈവെന്റിലും ഒരുമിച്ചാണല്ലോ കയറുന്നത്. അപ്പോൾ പലരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞ കളിയാക്കാറ് കൂടിയുണ്ട്. അപ്പം ഓരോരുത്തർക്കും അവരുടെ റോള് കൃത്യമായിട്ട് അറിയാം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഞാനൊരു കറക്ഷൻ, എൻ്റെ ഭാഗത്തൊരു ഫാൾട്ട് വന്നാൽ ഐ ഹാവ് ടു ക്വസ്റ്റ്യൻ മൈസെൽഫ്. അപ്പോൾ സാറിൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നം വന്നാൽ ഞാൻ തിരുത്തുന്നതിന് മുമ്പ് പുള്ളി അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് എന്നോട് പറയും ഞാനത് ചെയ്തത് ശരിയായില്ല, നിങ്ങളെന്താ അത് പറയാത്തേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ പലതും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചേ ചെയ്യാറുള്ളൂ. ഒരാൾ മാത്രം എടുത്തു ചാടി ഒരു കാര്യം തീരുമാനിക്കാറോ ചെയ്യാറോ ഇല്ല. അതാണ് ഇതിന്റെ ഒരു സക്സസ് മന്ത്രം. കാഷ്വൽ ബോർഡ് മീറ്റിംഗ്സ് നടക്കാറുണ്ട്, എപ്പോഴും നടക്കാറുണ്ടെന്നല്ലേ. മിക്കവാറും അൺഎക്സ്പെക്ടഡ് ടൈമിലായിരിക്കും. ഓഫീസെല്ലാം ലോക്ക് ചെയ്ത് ഗേറ്റിന്റെ പുറത്ത് വന്നിട്ടാണ് ഡിസ്കഷൻ. വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന അമ്പലത്തറ ഓഫീസിന്റെ താഴെ ഗേറ്റിന്റെ അവിടെ വന്നിട്ടാണെന്നല്ലേ. അതിന്റെ ഓപ്പോസിറ്റ് ഒരു പാർക്കിംഗ് ഉണ്ട്, ഒരു കൺവെൻഷൻ സെന്ററിന്റെ. അതെ, ചായക്കടയുണ്ട്. ഞാൻ ഓർക്കണ്ടേ വന്നത്. അതെ അതെ, അടിപൊളി. നമ്മൾ 15 വർഷത്തെ യാത്ര ഇപ്പൊ പറഞ്ഞു. അതിലെനിക്ക് ഒന്ന് ട്രാൻസ്സോഴ്സിലെ കോഴ്സുകളെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ മറ്റു കാര്യങ്ങളെ കുറിച്ചും അല്ല, നിങ്ങൾ ആ ബ്രാൻഡ് ഉണ്ടാക്കേണ്ട സ്ട്രഗിളിനെ കുറിച്ച്, ബ്രാൻഡ് ഉണ്ടാക്കിയ സ്ട്രഗിളിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഇനി എന്താണ് ട്രാൻസ്സോഴ്സിന്റെ ഫ്യൂച്ചർ? ട്രാൻസ്സോഴ്സ് എയിം ചെയ്യുന്നത് എയിമിങ് ഹൈ ഈസ് നോട്ട് എ ക്രൈം, APJ അബ്ദുൽ കലാം. സോ ആ ഒരു ആപ്തവാക്യം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളൊരു സ്കിൽ ടെക് യൂണിവേഴ്സിറ്റി എന്നുള്ള ആ ഒരു എയിമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു സ്കിൽ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു മിഷനാണ് എൻ്റെ പ്ലാൻ. സ്കിൽ എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു LMS ബേസ്ഡ് ആയിട്ടുള്ള, അപ്പം ലാർജസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെയുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം 1200ഓളം ജോബ് റോൾസും കോഴ്സസും ഉണ്ട് NSDCയുടെ. ഇതിനകത്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ബ്രോഡായിട്ടുള്ളൊരു LMS റെഡിയാക്കുക. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഫ്രാഞ്ചൈസി നെറ്റ്വർക്ക് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയും കാൻഡിഡേറ്റ്സിനെയും ജോബ് സീക്കേഴ്സിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കില്ലിംഗ് എക്കോ സിസ്റ്റം റെഡിയാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു പ്ലാൻ. ഈ പ്ലാനിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് 1 ലക്ഷം രൂപയിൽ നിന്ന് ഏകദേശം 40 കോടി വാല്യുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വാപ്പച്ചിയുടെ 1 ലക്ഷം രൂപ 40 കോടി വാല്യുവേഷനിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതെ. അതുപോലെ ഏകദേശം ഒരു എംപ്ലോയിയിൽ നിന്നാണ്, ഞാൻ അമ്പലത്തറയുള്ള ഏറ്റവും മുകളിലുള്ള ഒരു ഫ്ലോറിൽ ഒരു എംപ്ലോയി റിസപ്ഷനിസ്റ്റായിട്ടും അതേപോലെ തന്നെ കൗൺസിലറായിട്ടും ഫ്രണ്ട് ഓഫീസിലും ട്രെയിനിങ് കോർഡിനേഷനും അക്കാഡമിക് കോർഡിനേഷനും മൊത്തത്തിൽ ഓഫീസ് തുറക്കുന്നതും അടയ്ക്കുന്നതും എല്ലാം കൂടെ ചേർത്ത് ഒരു എംപ്ലോയിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് അറൗണ്ട് 120 എംപ്ലോയിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. ആദ്യത്തെ വർഷം അറൗണ്ട് ഒരു 15 കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് പഠിപ്പിക്കാനായിട്ട് സാധിച്ചത്. ബട്ട് ഇന്ന് അറൗണ്ട് ഒരു 27,000+ കാൻഡിഡേറ്റ്സിനെ പഠിപ്പിച്ച് സക്സസ് സ്റ്റോറി പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ അറൗണ്ട് ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഇന്ന് അറൗണ്ട് ഒരു 20,000+ സ്ക്വയർ ഫീറ്റ് സ്പേസിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിച്ചു. ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഇത്രയും അധികം, അതായത് ഒരു അഫിലിയേഷൻ്റെ കാര്യത്തിലായാലും അസോസിയേഷൻ്റെ കാര്യത്തിലായാലും ഇൻഡസ്ട്രി പാർട്ണർഷിപ്പിൻ്റെ കാര്യത്തിലായാലും ക്രെഡിറ്റ് ബേസ്ഡ് സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലായാലും നമ്മൾ ഏറ്റവും മികച്ച നമ്പർ 1 എന്നുള്ളതല്ല, only 1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ നിലവാരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇതിൽ നിന്നും കുറച്ചുകൂടി ഈ ഒരു ലെവറേജ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷനിലേക്ക് സ്കിൽ ടെക് യൂണിവേഴ്സിറ്റി എന്നുള്ള വിഷനിലേക്കും ഒരു സ്കിൽ എക്കോ സിസ്റ്റത്തിലേക്കും വേൾഡ് വൈഡ് ആയിട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേർണിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെ ഒരുപാട് സഹായിച്ച ആളുകളുണ്ട്. എസ്പെഷ്യലി ടീമിന് നമുക്കൊരിക്കലും ടീം മെമ്പേഴ്സ് ഇല്ലാതെ, ടീം സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല 100%. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഈ സാമ്പത്തികമായിട്ട് അസർ സാറിൻ്റെ വാപ്പച്ചിയായാലും എൻ്റെ വാപ്പച്ചിയായാലും സപ്പോർട്ട് ചെയ്തതുപോലെ ആ കാശ് നമുക്കൊരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയും അത് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു കുറഞ്ഞ സമയത്തിനകത്ത്. അതുപോലെ തന്നെ വേറെയും പല ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് കാശ് വാങ്ങിക്കുകയും പല സമയങ്ങളായിട്ട് അവർ പ്രതീക്ഷിക്കുന്ന സമയത്തിനേക്കാളും കൂടുതൽ നേരത്തെ കൊടുക്കാനായിട്ടും സാധിച്ചു. അതുപോലെ തന്നെ റിട്ടേൺ ഉൾപ്പെടെ പ്രോഫിറ്റ് ഉൾപ്പെടെ നമുക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനിയും ഈ ഒരു വിഷനിലേക്ക് വേണ്ടിയിട്ട് എത്തിക്കാനായിട്ട് ഇനിയും കാശ് ഒരുപാട് ആവശ്യമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ വാപ്പച്ചിയെ പോലെ അതേപോലെ തന്നെ നമ്മുടെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെ കൂടെ കൂട്ടി മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൂടെ കൂട്ടി അവരെയും ഇതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ ഒരു പാർട്ടാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. വിത്തിൻ 3 to 4 years ഒരു IPOയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാശ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ നമ്മൾ ഫുൾ ഒരു ഷെയർ ഹോൾഡറാക്കി IPO എന്നുള്ള ആധികാരികമായിട്ടുള്ള ഒരു നാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടിപൊളി വിഷൻ. ഒരു എന്താ പറയണത്, വളരെ ക്ലാരിറ്റിയുള്ള, വളരെ എന്താ പറയുക, ഒരു 15 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ക്ലാരിറ്റി, അത് വളരെ വ്യക്തമാകുന്ന ഒരു വിഷൻ. അപ്പം ആ വിഷനിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കട്ടെ. അടുത്ത 5 വർഷം കൊണ്ട് ഈ 40 കോടി എന്നുള്ളത് 100 കോടിക്ക് മുകളിൽ ടേൺ ഓവർ വരുന്ന ഒരു സ്ഥാപനമായി വളരാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള യാത്രയിൽ ഞങ്ങളും മുന്നോട്ടുണ്ടാകും. നമുക്ക് ഒരുമിച്ച് വളരാമെന്ന് എല്ലാവരോടും പറയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് തന്നെ വളരാം. വളരെയധികം സന്തോഷം ഈ ഒരു എപ്പിസോഡ് ഇത്രയും രസകരമാക്കിയതിന്. അപ്പം നിങ്ങളുടെ വാപ്പച്ചി നിങ്ങളെ വിശ്വസിച്ച പോലെ, നിങ്ങളുടെ വെൽ വിഷേഴ്സ് നിങ്ങളെ വിശ്വസിച്ച പോലെ ഒരുപാട് പേർക്ക് നിങ്ങളും ഒരു നല്ല പാർട്ടാകാൻ സാധിക്കട്ടെ. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ വഴി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.